dear friends, Entri YouTube channel എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സോ നമ്മൾ SSC CGL ന്റെ challenges നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ സീരീസിന്റെ ഡേ 16ലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. സോ ഈ ഇന്നത്തെ ഡേ അതായത് ഡേ 16ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൽ നിന്നുള്ള ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ചാലഞ്ചിൽ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയണ്ട, സെഷനിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. അപ്പോൾ ഇതിൽ കുറേയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ അതല്ലാണ്ട് കുറച്ചെല്ലാം ലെവൽ കൂട്ടിയിട്ടുള്ള നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരിത്തിരി ലെവൽ കൂട്ടിയ ഡിഫിക്കൽട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു സ്ലൈഡിൽ നമ്മൾ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും ഒക്കെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പ്ലനേഷൻ ഒരുപാട് ഡീറ്റെയിലിൽ പോയിട്ട് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ വേഗം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിൽ നിന്ന് നോട്ട്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പോസ് ചെയ്തിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, hot water can be a pollutant if it comes from a hot spring, power plant and industry. So hot water നോർമലി നമ്മൾ വിചാരിക്കും ചൂടുവെള്ളം ഒരു പൊല്യൂട്ടൻ്റ് ആവുമോ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഹോട്ട് വാട്ടർ എപ്പോഴാണ് നമ്മൾ പൊല്യൂട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇഫ് ഇറ്റ് കംസ് ഫ്രം എ ഹോട്ട് സ്പ്രിംഗ്, എ പവർ പ്ലാന്റ് ഓർ ആൻ ഇൻഡസ്ട്രി. അപ്പോൾ ശരിയായ ഉത്തരം ഇതിൽ ബിയും സിയും രണ്ടും ശരിയാണ്. സോ ഒരു പവർ പ്ലാന്റിൽ നിന്ന് വരുന്ന ഹോട്ട് വാട്ടർ ആണെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഹോട്ട് വാട്ടർ ആണെങ്കിലും രണ്ടും ഒരു പൊല്യൂട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ബോത്ത് ബി ആൻഡ് സി. Okay, so hot water from the industries and power plants raises the temperature of water body. അപ്പോൾ എങ്ങനെയാണ് അത് പൊല്യൂട്ടൻ്റ് ആവുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് റേസസ് ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ബോഡി ആൻഡ് കോസസ് ഹാം ടു ദ പ്ലാന്റ്സ് ആൻഡ് ലിവിങ് ഓർഗാനിസംസ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പൊല്യൂട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. Acidic nature of soil is shown by high concentration of dash. സോ നമ്മുടെ സോയിൽ എസിഡിക് ആകുന്നു എന്ന് നമ്മൾ പറയുന്നത് അതിൽ എന്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ, ഫോസ്ഫറസ്, ഓക്സിജൻ ഓർ നൈട്രജൻ. ഇതിൽ ഏതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് നമ്മൾ സോയിൽ എസിഡിക് ആയി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹൈഡ്രജൻ കൂടുമ്പോഴാണ്. ഓക്കെ, ഹൈഡ്രജൻ, സോയിലിലുള്ള ഹൈഡ്രജൻ്റെ കണ്ടൻറ്റ് കൂടുമ്പോഴാണ്. സോയിൽ അസിഡിഫിക്കേഷൻ ഇസ് എ നാച്ചുറൽ പ്രോസസ് ബട്ട് ഇറ്റ് ഗെറ്റ്സ് ആക്സലറേറ്റഡ്. അതിൻ്റെ സ്പീഡ് കൂടുന്നത് എപ്പോഴാണ്? ബൈ അഗ്രികൾച്ചർ. നൗ സോയിൽ അസിഡിഫൈസ് ബിക്കോസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയൺ ഇൻ ദ സോയിൽ ഇൻക്രീസസ്. ഹൈഡ്രജൻ അയണിൻ്റെ കണ്ടൻറ്റ് സോയിലിൽ കൂടുമ്പോഴാണ് സോയിലിൽ നമ്മൾ അസിഡിക് ആണ് എന്ന് പറയുന്നത്. നൗ അമോണിയ ബേസ്ഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് ഇതിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ്. അമോണിയം ബേസ് ചെയ്തിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് മെയിൻ കാരണം അതിനുള്ളത്. എങ്ങനെയാണ്? അമോണിയം നൈട്രജൻ ഈസ് റെഡിലി കൺവേർട്ടഡ് ഇൻ ടു നൈട്രേറ്റ്സ്. നമ്മളിങ്ങനെയുള്ള ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആ അമോണിയം നൈട്രജനിൽ നൈട്രേറ്റ്സ് ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു നൈട്രേറ്റ്സ് ആൻഡ് ഹൈഡ്രജൻ അയൺ. നൗ ഈ നൈട്രേറ്റ്സ് നമ്മുടെ ചെടികൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വാഷ് ഔട്ട് ചെയ്തിട്ട് വാട്ടർ ബോഡീസിലോട്ട് ചെന്നെത്തും. ബാക്കി വരുന്നത് എന്താണ്? ഇപ്പോൾ സോയിലിൽ ബാക്കി വരുന്നത് ഹൈഡ്രജൻ അയൺസ് ആണ്. ആൻഡ് ഈ ഹൈഡ്രജൻ അയൺ ആണ് സോയിലിനെ അസിഡിക് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ അസിഡിക് ആയ സ്ഥിതിക്ക് നമ്മൾ ഇനി അതിനെ നോർമലിലേക്ക് കൊണ്ടുവരണ്ടേ? അതെങ്ങനെയാണ് നമ്മൾ നോർമലിലേക്ക് കൊണ്ടുവരാം? ബൈ ആഡിങ് ലൈം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് മെഷറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസിഡിക് ആകാൻ കാരണം അവിടെ ഹൈഡ്രജൻ ആണ്. ആൻഡ് അത് തിരിച്ച് നോർമലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ആഡിങ് ലൈം ആണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ദ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ അറ്റ് ദ സർഫസ് ഓഫ് സെൻട്രോമിയർ ഇസ് കോൾഡ് ഡാഷ്. സോ നമ്മുടെ ലൈഫ് സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ DNA ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. സോ മൈറ്റോസിസ്, മിയോസിസിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. സ്മോൾ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ അറ്റ് ദ സർഫസ് ഓഫ് സെൻട്രോമിയർ. അതിനെ പറയുന്നത് കൈനറ്റോകോസ് എന്നാണോ, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണോ, മൈക്രോട്യൂബ്യൂൾസ് ആണോ, അതോ ഗോൾജി കോംപ്ലക്സ് എന്നാണോ പറയുന്നത്? സോ ആ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ, നമ്മുടെ ഇവിടെ വരുന്ന ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്. ആ ഡിസ്ക് ഷേപ്പ് സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് കൈനറ്റോകോസ്. ഓക്കെ, കൈനറ്റോകോസ്. നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ അതിൻ്റെ ഇമേജ് കാണിച്ചു തരാം. സി, ഇതാണ് നമ്മുടെ കൈനറ്റോകോസ്. ഈ കാണുന്നതാണ് കൈനറ്റോകോസ്. ഓക്കെ, സോ സ്പിൻഡിൽ ഫൈബേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദ സെൻട്രിയോളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് ഈ കൈനറ്റോകോസ് ഇവിടെ കണ്ടില്ലേ? ഈ അറ്റാച്ച്മെൻറ്റ്സ് ഇങ്ങനെ വന്ന് ഇതിൽ എവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് കൈനറ്റോകോസിലാണ് വന്ന് attach ചെയ്യുന്നത്. So spindle fibers originate from the centriole and they get attached to the kinetocosis. Sister chromatids are two exactly similar copies of chromatids. Sister chromatids have the same genes.
Next question. Which of the following is commonly referred to as ozone hole? Ozone hole എവിടെയാണ് വരുന്നത്? ഇതിൻ്റെ അകത്ത് ലിത്തോസ്ഫിയറിലാണോ, ട്രോപ്പോസ്ഫിയറിലാണോ, സ്ട്രാറ്റോസ്ഫിയറിലാണോ, അതോ ബയോസ്ഫിയറിലാണോ? ഇതിൽ എവിടെയാണ് ഓസോൺ ഹോൾ വരുന്നത്? സോ നമുക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നിങ്ങൾ പഠിച്ചാണ് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്. സോ അതിൽ എവിടെയാണ് നമ്മുടെ ഓസോൺ ഹോളിനെ പറ്റി നമ്മൾ പറയുന്നത്? അപ്പോൾ ഓസോൺ വരുന്നത് എവിടെയാണ്? ഓസോൺ ലെയർ, ഓസോൺ പാളി വരുന്നത് എവിടെയാണ്? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഓസോൺ ഹോൾ വരുന്നതും അവിടെ തന്നെയായിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ഡി, ഓസോൺ ഹോൾ ഉണ്ടാകുന്നത് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഒക്കെ പഠിച്ചിരിക്കണം, കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കണം. ഓരോ ലെയറിനും അതിൻ്റേതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതെന്താണെന്നുള്ളതും നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ നടത്താം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, വേണ്ടവർക്ക് പോസ് ചെയ്തിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡൊമൈൻസ് ഓഫ് ദ എർത്തിൽ വരുന്നതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. ആൻഡ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? എർത്തിന് ചുറ്റുമുള്ള ലെയർ ഓഫ് ഗ്യാസിനെ പറയുന്ന പേരാണ് അറ്റ്മോസ്ഫിയർ അല്ലേ. എർത്ത് അറ്റ്മോസ്ഫിയർ ഇസ് ഡിവൈഡഡ് ഇൻ ടു 5 ഡിഫറെൻറ്റ് ലെയേഴ്സ് അല്ലേ. നമ്മൾ ബോട്ടം, അതായത് ഇത് എർത്ത് ആണെങ്കിൽ എർത്തിൻ്റെ നമ്മൾ അടുത്ത് നിന്ന് മേളിലോട്ട് പോകുമ്പോഴേക്കും 5 ലെയേഴ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എർത്തിൻ്റെ തൊട്ടടുത്തുള്ള ലെയറിനെ നമ്മൾ എന്താ പറയുക? ട്രോപ്പോസ്ഫിയർ എന്നാണ് പറയുന്നത് അല്ലേ. ട്രോപ്പോസ്ഫിയർ എന്നാണ് പറയുന്നത്. ലോവസ്റ്റ് ലെയർ ആണ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ഇവിടെയാണ് വെതർ ചേഞ്ചസ്, ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഒക്കെ മാറുന്ന ലെയർ ഇവിടെയാണ്. Okay, now this layer has water vapor and mature particles. Temperature decreases at the rate of 1 degree centigrade. Okay, അപ്പോൾ ഈ ലെയറിൽ ആസ് വി ഗോ അപ്പ്, നമ്മൾ താഴെ നിന്ന് മേളോട്ട് പോകുന്നതോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരും. എത്ര കുറഞ്ഞു വരും? 1 ഡിഗ്രി ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഓക്കെ, സോ നമ്മൾ ഏത് ലെയറിനെ പറ്റിയാണ് പറയുന്നത്? എർത്തിൻ്റെ തൊട്ട് മേളിൽ വരുന്ന അറ്റ്മോസ്ഫിയറിക് ലെയർ ആയ ട്രോപ്പോസ്ഫിയറിനെ പറ്റിയാണ് ഈ പറയുന്നത്. ക്ലൈമറ്റിക് ചേഞ്ചസ് ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. നെക്സ്റ്റ് ഇസ് സ്ട്രാറ്റോസ്ഫിയർ. നൗ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നാണ്. സെക്കൻഡ് ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ, ജസ്റ്റ് അബൌട്ട് ദി ട്രോപ്പോസ്ഫിയർ. നൗ കമേഴ്ഷ്യൽ ജെറ്റ്, ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് പറയാം, നമ്മൾ ടർബുലൻസ് ഉണ്ടാകുന്നു എന്ന് പറയല്ലേ. ടർബുലൻസ് ഉണ്ടാകുന്നത് അത് ടുവേർഡ്സ് എ ട്രോപ്പോസ്ഫിയർ എത്തുമ്പോഴാണ് ടർബുലൻസ് ഉണ്ടാകുന്നത്, ക്ലൗഡ്സ് എല്ലാം കാരണം. എന്നാൽ അതിൻ്റെ മേളത്തെ ലെയർ സ്ട്രാറ്റോസ്ഫിയറിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ടർബുലൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ commercial jet aircraft fly in the lower stratosphere to avoid turbulence. Okay, so it goes in the lower stratosphere to avoid turbulence, which is common in the troposphere. And ozone layer ഇവിടെ തന്നെയാണ്. ഓക്കെ, ഓസോൺ ലെയർ വരുന്നതും ഇവിടെ തന്നെയാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ലെയർ മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? കോൾഡസ്റ്റ് ലെയർ ആണ്. ഓക്കെ, ഏറ്റവും തണുപ്പുള്ള ലെയർ ആണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഫൗണ്ട് അബൌവ് ദി സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, നാലാമത്തത് തെർമോസ്ഫിയർ അബൌവ് മീസോസ്ഫിയർ ആണ്. റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഈ ലെയറിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്സ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, നമ്മൾ എസ് എഴുതാൻ പോകുന്നില്ലല്ലോ, നമുക്ക് വേണ്ടത് പോയിന്റ്സ് മാത്രമാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ലെയർ ഇസ് എക്സോസ്ഫിയർ. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ഇസ് കോൾഡ് എക്സോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ലെയേഴ്സ് എല്ലാം ക്ലിയർ ആയല്ലോ. ഏറ്റവും അടുത്ത ട്രോപ്പോസ്ഫിയർ, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, അത് കഴിഞ്ഞ് വരുന്ന നമ്മുടെ മൂന്നാമത്തെ ലെയർ മീസോസ്ഫിയർ, പിന്നെ അത് കഴിഞ്ഞിട്ട് തെർമോസ്ഫിയറും, ഏറ്റവും പുറത്തത് എക്സോസ്ഫിയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ടിപ്പിക്കൽ അഡൾട്ട് ഹ്യൂമൻ ബോഡി കണ്ടെയ്ൻസ് ഡാഷ് ഓഫ് മെഗ്നീഷ്യം. സോ ഒരു ടിപ്പിക്കൽ അഡൾട്ട് ഹ്യൂമൻ ബോഡിക്കകത്ത് എത്ര ഗ്രാംസ് ഓഫ് മെഗ്നീഷ്യം കാണുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഇതിലേതാണ്? 20 grams, 10 grams, 25 grams or 15 grams. ഏതാണ് ശരിയായ ഉത്തരം? ഡയറക്റ്റ് ആണ്, ഇതിൽ വലിയ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 25 grams. ഓക്കെ, next question. In which year was the immunization program introduced in India as expanded program of immunization by the Ministry of Health and Family Welfare? ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഡിസീസ് അങ്ങനെയുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ഡിസീസ് കണ്ടീഷൻസും അതിൻ്റെ അഗെയിൻസ്റ്റ് നമ്മൾ വാക്സിനേഷനൊക്കെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ വരുന്നതാണ് which year was immunization program introduced in India as expanded program of immunization. അപ്പോൾ എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എപ്പോഴാണ്? ഇത് ഏത് മിനിസ്ട്രിയാണ്? ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഇത് കൊണ്ടുവന്നത്. എപ്പോഴായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1982, 74, 1980 or 1978? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇത് തിരിഞ്ഞു പോയതാണ്. എനിവേ 1978 ആണ്. ഓക്കെ, സോ 1978 Now 1977 ഇന്ത്യ ബിക്കെയിം സ്മോൾ പോക്സ് ഫ്രീ. ഓക്കെ, അപ്പോൾ സ്മോൾ പോക്സിൻ്റെ ഫ്രീ ആയി കഴിഞ്ഞപ്പോഴേക്കും അടുത്തൊരു പദ്ധതിയുമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് വന്നു. സോ വെൻ ഇന്ത്യ വാസ് ഡിക്ലെയർഡ് സ്മോൾ പോക്സ് ഫ്രീ ഇൻ 1977,
the country decided to launch national immunization program called expanded. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. 1977 സ്മോൾ പോക്സ് ഫ്രീ ആയത്. അതിനുശേഷം അപ്പോൾ ഈ പദ്ധതി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചു 1978. ഓക്കെ, വിത്ത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഏതൊക്കെ വാക്സിൻസ് ആണ്? BCG, OPV, DPT, തൈറോയിഡ്, പാരാതൈറോയിഡ് വാക്സിൻസ്. ഓക്കെ, ഇതെല്ലാം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴേക്കും നമുക്കൊരു വാക്സിൻ കാർഡ് തരുന്നത്. അതിൽ ബേസിക് ആയിട്ട് വരുന്ന വാക്സിൻസ് ആണ് ഇതെല്ലാം തന്നെ. ഓക്കെ, പിന്നീട് 1985 ആയപ്പോഴേക്കും ഈ ഒരു പ്ലാനിനെ വീണ്ടും അതിൻ്റെ പേര് മാറ്റി. ഓക്കെ, അപ്പോൾ ഈ എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഇമ്മ്യൂണൈസേഷൻ ഇറ്റ് വാസ് റീനെയിംഡ് ആസ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ആയിട്ട് അതിൻ്റെ പേര് മാറ്റി 1985. It includes vaccination for 12 diseases. Okay, 12 major diseases. ഇന്ത്യയിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന 12 ഡിസീസസിന് വേണ്ടിയിട്ടാണ് വാക്സിനൈസേഷൻ ഇതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ട്യൂബർക്ലോസിസ് ഉണ്ട്, ഡിഫ്തീരിയ ഉണ്ട്, പെർട്ടൂസിസ്. ഓക്കെ, പെർട്ടൂസിസിന് തന്നെയാണ് വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നത്. വില്ലൻ ചുമ എന്ന് പറയുന്നത് ഇങ്ങനെ ചുമച്ച് വില്ലുപോലെ വളയും അല്ലേ, വൂപ്പിംഗ് കഫ്. ടെറ്റനസ്, പോളിയോമൈലറ്റിസ്, OPV നമ്മൾ പോളിയോ ഡ്രോപ്സ് കൊടുക്കുന്നില്ലേ, മീസിൽസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഡയേറിയ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, റുബെല്ല, ന്യൂമോണിയ ആൻഡ് ന്യൂമോകോക്കൽ ഡിസീസസ്. ഇതിനെല്ലാത്തിനും കൂടി ചേർന്നിട്ടുള്ള വാക്സിൻസ് ആണ് ഇപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, next question. Dash is a disorder resulting in abnormal electrical discharges from the brain cell causing seizures. അപ്പോൾ ബ്രെയിനിൽ നിന്ന് abnormal impulses, electrical discharges ഉണ്ടാകുന്നു. ഓക്കെ, causing seizures. അപ്പോൾ അതിനെന്താ പറയുക? ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇതിൽ എന്തായിരിക്കും വരിക? പ്രോസ്റ്റേറ്റിസ്, ഹൈപ്പോഗ്ലൈസീമിയ, എപ്പിലെപ്സി ഓർ റ്യൂമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഇപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ ആയിട്ട് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ പോലും ഈ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. പ്രോസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് റിലേറ്റഡ് ആയിരിക്കും, അപ്പോൾ ഇത് ബ്രെയിനിലല്ല വരുന്നത്. അതുപോലെ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് നമുക്കറിയാം ബ്ലഡ് ഗ്ലൂക്കോസ് താഴുന്നതാണ്, അപ്പോൾ അതും വരത്തില്ല. റ്യൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബോൺസിനെയൊക്കെ ബാധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിലെന്താ വരിക? ഓപ്ഷൻ സി, എപ്പിലെപ്സി ആണ് വരുന്നത്. ഓക്കെ, എപ്പിലെപ്സി ആണ് സീഷ്യസ്. ഇവിടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നോർമൽ ബ്രെയിൻ റിലേറ്റഡ് ആണ്, അപ്പോൾ അത് എപ്പിലെപ്സിയാണ്. ബാക്കിയുള്ളത് എന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രോസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് ഡിസോർഡർ ഓഫ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആണ്. ഈ ഐറ്റിസ് എന്ന് ചേർക്കുമ്പോൾ മിക്കവാറും ദാറ്റ് വിൽ ബി എൻ ഇൻഫ്ലമേഷൻ. ഓക്കെ, ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഐറ്റിസ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൻഡിസൈറ്റിസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുമ്പോഴേക്കും അത് ഇൻഫ്ലമേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഹൈപ്പോഗ്ലൈസീമിയ, ഗ്ലൈസീമിയ ഈസ് ഗ്ലൂക്കോസ് ലെവൽ അല്ലേ. ഹൈപ്പോ എന്താണ്? കുറഞ്ഞു പോവുക. ഹൈപ്പർ എന്താണ്? കൂടുക. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നതിനെയാണ് പറയുന്നത്. Rheumatoid arthritis, a chronic inflammatory disorder mainly affecting joints. കൈകളുടെയും കാലുകളുടെയും ഒക്കെ ജോയിൻസിനെ ബാധിക്കുന്ന ഒരു ക്രോണിക് ആയിട്ടുള്ള, ക്രോണിക് എന്താണ്? ക്രോണിക് എന്ന് വെച്ചാൽ കുറേ നാൾ നീണ്ടു നിൽക്കുന്നത്. ഓക്കെ, ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ്. ഇൻ rheumatoid arthritis, ബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്സ് ഇറ്റ്സ് ഓൺ ടിഷ്യൂ. നമ്മുടെ ബോഡി നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യാണ്, ഇൻക്ലൂഡിങ് ജോയിൻസ്. ഓക്കെ, അപ്പോൾ ആ പോയിന്റും കൂടി ഓർത്ത് വയ്ക്കുക. rheumatoid arthritis എന്ന് പറയുന്നത് ഇറ്റ്സ് എന്താണ്? നമ്മുടെ ബോഡിയെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഡിസോർഡറാണ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ് അതൊരു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബ്രാഞ്ച് ഓഫ് ഹോർട്ടിക്കൾച്ചർ വിച്ച് ഡീൽസ് വിത്ത് ദ പ്രൊഡക്ഷൻ. അപ്പോൾ ഹോർട്ടിക്കൾച്ചർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ബ്രാഞ്ച് ഓഫ് ഹോർട്ടിക്കൾച്ചറിനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. വിച്ച് ഡീൽസ് വിത്ത് പ്രൊഡക്ഷൻ, സ്റ്റോറേജ്, പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് വെജിറ്റബിൾസ്. ഇറ്റ്സ് കോൾഡ് ഡാഷ്. ഓക്കെ, അപ്പോൾ ഹോർട്ടിക്കൾച്ചറിൻ്റെ ഒരു ബ്രാഞ്ചാണ് വിച്ച് ഡീൽസ് വിത്ത് പ്രൊഡക്ഷൻ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നു, പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് വെജിറ്റബിൾസ്. ഇതിന് പറയുന്ന പേരെന്താണ്? പോമോളജി, അഗ്രോണോമി, ഒളരിക്കൾച്ചർ ഓർ എപ്പിക്കൾച്ചർ. എന്താ ഇതിൽ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഒളരിക്കൾച്ചർ. ഓക്കെ, സോ ശരിയായ ഉത്തരം ഒളരിക്കൾച്ചർ എന്നാണ് ഇതിനെ പറയുന്നത്. പോമോളജി എന്താണ്? പോമോളജി എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് റിലേറ്റഡ് ആണ്. ഓക്കെ, സോ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ബോട്ടണി ദാറ്റ് സ്റ്റഡീസ് ഫ്രൂട്ട്സ് ആൻഡ് ഇറ്റ്സ് കൾട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ ഓർക്കുക ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴേക്കും പോമോളജിയാണ് വരുന്നത്. എഗ്രോണോമി എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് യൂസിങ് പ്ലാന്റ് ഫോർ ഫുഡ്, ഫ്യൂവൽ ആൻഡ് ഫൈബർ. അതിനാണ് എഗ്രോണോമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് നമ്മൾ പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ആൻഡ് അത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് എഗ്രോണോമി എന്ന് പറയുന്നത്. ഇറ്റ് പ്രസൻസ് എഗ്രികൾച്ചർ ഫ്രം ആൻ ഇൻറ്റഗ്രേറ്റഡ് ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവ്. എപ്പിക്കൾച്ചർ എന്താണ്? എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണിബി അല്ലേ, തേനീച്ച വളർത്തൽ, അതിനാണ് എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കാർണിവോറസ് പ്ലാന്റ്?
കാർണിവോറസ് പ്ലാന്റ്. അപ്പോൾ നമ്മൾ ആനിമൽസ് പഠിക്കുമ്പോൾ നമ്മൾ ഹെർബിവോഴ്സ്, കാർണിവോഴ്സ്, ഓംനിവോഴ്സ് ഒക്കെ പഠിച്ചു കാണും അല്ലേ. ഹെർബിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലകളൊക്കെ തിന്നുന്ന, അതായത് ചെടികൾ തിന്നുന്ന, പ്ലാന്റ്സിനെ തിന്നുന്ന. കാർണിവോറസ് എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ തിന്നുന്ന. ഓംനിവോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെ തിന്നുന്ന, ലൈക്ക് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ ആനിമൽസിനെ പറ്റിയല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്, കാർണിവോറസ് പ്ലാന്റ്സിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. കാർണിവോറസ് ആയിട്ടുള്ള പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ ചില പ്ലാന്റ്സും ഉണ്ട്. കാരണം എന്താണ്? അവർക്ക് വേണ്ട നൈട്രജൻ അവർക്ക് സോയിലിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നൈട്രജൻ്റെ സോഴ്സായിട്ട് മറ്റുള്ള ഇൻസെക്ട്സിനെ പിടിച്ച് തിന്നും. ഓക്കെ, അപ്പോൾ ഇൻസെക്ട്സിനെ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ബോഡിയിൽ നിന്ന് അവർക്ക് നൈട്രജൻ കിട്ടും. ഓക്കെ, സോ ഇതിൽ ഏതാണ് അങ്ങനെ ഒരു കാർണിവോറസ് പ്ലാന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ക്ലാക്കിയ, ഡ്രോസെറ, ഹോളിഹോക്ക് ഓർ എലൈസം. ഇതിലേതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ഡ്രോസെറയാണ്. ഓക്കെ, സോ ഈ കാണുന്നതാണ് ഡ്രോസെറ. ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് നൈട്രജൻ എലിമെന്റ്സ് വിച്ച് ഇസ് ആൻ എസെൻഷ്യൽ കോമ്പണൻറ്റ് ഫോർ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ. നമുക്കറിയാം നൈട്രജൻ എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ, നമ്മൾ പ്രോട്ടീനെ പറ്റി പഠിക്കുമ്പോൾ പറയില്ലേ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനാണ് പ്രോട്ടീൻ വേണ്ടത്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എന്താ? ബേസിക്കലി നൈട്രജൻ ആണ് ഇതിൻ്റെ അകത്ത് അല്ലേ. അപ്പോൾ ഈ പ്ലാന്റ്സിന് വേണ്ട നൈട്രജൻ അവർക്ക് കിട്ടാതാകുമ്പോൾ വാട്ട് ഡു ദേ ഡു? അവരവരുടെ ലീവ്സിനെ മോഡിഫൈ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ടു ക്യാച്ച് ആൻഡ് ഡൈജസ്റ്റ് ഇൻസെക്ട്സ്. ഓക്കെ, അപ്പോൾ ഇൻസെക്ട്സിനെ പിടിച്ച് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ലീവ്സിനെ മോഡിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ മോഡിഫൈ ചെയ്തിരിക്കുന്നതാണ് ഇത്. സോ ഇത് ലീഫാണ്. ലീഫിൻ്റെ പുറത്ത് ഇങ്ങനെയുണ്ട്. അതിൽ കുറേ ഇങ്ങനെ വെള്ളത്തുള്ളികൾ പോലെ കാണുന്നത് അതിൽ ഇങ്ങനെ ഒട്ടിക്കുന്ന ഫ്ലൂയിഡാണ്. അപ്പോൾ ഇൻസെക്റ്റ് ഇവിടെ വരുമ്പോഴേക്കും ഇവിടെ വന്ന് ഇൻസെക്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇൻസെക്റ്റ് ട്രാപ്പായിട്ട് അത് ഡൈജസ്റ്റ് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ മറ്റുള്ള എക്സാമ്പിൾസ് ആണ് നിപ്പെൻതിസ്, യൂട്രിക്കുലേരിയ ഒക്കെ. ഓക്കെ, 10ാമത്തെ ചോദ്യത്തിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും എൻ്റെ കൂടെ ആൻസർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അതിനെന്താ പറയുക? ഇമ്പൾസ്, ഫോഴ്സ്, പവർ ഓർ എനർജി. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റേറ്റ് ഓഫ് ഡൂയിങ് വർക്കിനെ നമ്മൾ പറയുന്നത് പവർ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ പവർ ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഇസ് ഡൺ ഓർ എനർജി ഇസ് ട്രാൻസ്ഫർഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഓർ ഫ്രം വൺ ഫോം ടു അനദർ. യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് പവർ is watt, okay, which is equal to 1 joule per second. Okay, next, what is force? Force എന്ന് പറയുന്നതിന് പല ഡെഫിനിഷൻസും ഉണ്ട്. Force is an influence that can change the motion of an object അല്ലേ. നമ്മൾ ഫോഴ്സ് ചെയ്യുമ്പോൾ it will change the motion. It is measured in SI unit of Newton. ഇതിൻ്റെയൊക്കെ SI യൂണിറ്റ് പഠിച്ചു വെക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. Now ability to do work അതിനെയാണ് എനർജി എന്ന് പറയുന്നത്. ആൻഡ് എനർജിയുടെ SI യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ഓക്കെ, ജൂൾ ആണ്. ഇമ്പൾസ് എന്താണ്? ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ദ ടൈം ഫോർ വിച്ച് ഇറ്റ് ഈസ് ആക്റ്റഡ് ഓൺ ദ ബോഡി. അതിനാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഓപ്ഷൻസിലുണ്ടായിരുന്ന മറ്റുള്ള കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 11ാമത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഫാസ്റ്റ് ആയിട്ട് പോകുന്നു എന്നുള്ളത്. സ്പീഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തിരി സ്പീഡ് കൂട്ടി പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്ത് വെച്ചിട്ട് നോട്ട്സ് ഉണ്ടാക്കാം. ഓക്കെ, സോ 11ാമത്തെ ചോദ്യം നോക്കാം. Urea, a commonly used nitrogen-based fertilizer, is prepared by the reaction between ammonia and dash. യൂറിയ എല്ലാവരും കേട്ട് കാണും അല്ലേ. നമ്മൾ അഗ്രികൾച്ചറിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് യൂറിയ എന്ന് പറയുന്നത്. അപ്പോൾ യൂറിയ എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്? ഇറ്റ്സ് എ നൈട്രജൻ ബേസ്ഡ് ഫെർട്ടിലൈസർ പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ അമോണിയ വിത്ത് അമോണിയ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് യൂറിയ കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് യൂറിയ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ യൂറിയ നമ്മൾ കാർബ് അമൈഡ് എന്നും പറയും. കാർബമൈഡ്. ഓക്കെ, കാർബമൈഡ് എന്ന് പറയും. ഇറ്റ്സ് എൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഓക്കെ, നെക്സ്റ്റ്, യൂറിയ ഹാസ് ദ ഹയസ്റ്റ് നൈട്രജൻ കണ്ടന്റ് ഓഫ് ഓൾ ദ സോളിഡ് നൈട്രോജനസ് ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, നമ്മൾ നൈട്രോജനസ് ഫെർട്ടിലൈസേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഹയസ്റ്റ് കണ്ടന്റ് ഓഫ് നൈട്രജൻ അടങ്ങിയിട്ടുള്ളത് യൂറിയക്കകത്താണ്. മോസ്റ്റ് കോമൺ ഇംപ്യൂരിറ്റി ഓഫ് ദ സിന്തറ്റിക് യൂറിയ ഇസ് ബൈയൂറേറ്റ് which impairs the plant growth. Next, dash, a fluid secreted by new mothers during the initial days of lactation, contains nutrients that boost a baby's immune system and helps fight infections. So ന്യൂ മദേഴ്സിൻ്റെ ഇനീഷ്യൽ ഡേയ്സിൽ അവർ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെ പറയുന്നത് എന്താണെന്ന്, മാമറി ഗ്ലാൻസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെ പറയുന്ന പേരെന്താണ്? സെബം,
സൈനോവിയ, സെറൂമെൻ ഓർ കൊളസ്ട്രോം. ഇതിലെന്താണ് പറയുന്നത്? സെബം എന്ന് പറയുന്നത് എന്താണ്? സെബം എന്ന് പറയുന്നത് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻസ്, സ്കിന്നിൻ്റെ അടിയിലുള്ള സെബേഷ്യസ് ഗ്ലാൻസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഓയിൽ അല്ലേ, ഒരു ഓയിലി ആയിട്ടുള്ള നമുക്ക് ആ സ്കിന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കാനായിട്ടുള്ളത്, അതാണ് സെബം അല്ലേ. സൈനോവിയ എന്ന് പറയുന്നത് എന്താണ്? സൈനോവിയ എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻസിൻ്റെ അകത്ത് വരുന്ന ഫ്ലൂയിഡാണ്. നമ്മുടെ സപ്പോസ് നമ്മുടെ കയ്യിലെ ജോയിൻറ്റ് അല്ലേ, കയ്യിൻ്റെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൻ്റെ ഒക്കെ ഇടയിൽ ആ മൂവ്മെൻറ്റ് മിനുസമായിട്ട് പോകാനായിട്ടൊരു ഫ്ലൂയിഡ് ഉണ്ട്, അതാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. സെറൂമെൻ എന്ന് പറയുന്നത് നമ്മുടെ ഇയർ വാക്സ് ആണ്. ഓക്കെ, ആൻഡ് കൊളസ്ട്രം ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. Colostrum. It is the first form of breast milk that is released by the mammary glands after giving birth. Nutrient dense ആണ്, okay, high in antibodies. Okay, it has high quantity of antibodies, antioxidants to build the newborn's initial immune system. അല്ലേ, ബേബി ജനിച്ച ഉടനെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. സെബം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓയിലി വാക്സി സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡി സെബേഷ്യസ് ഗ്ലാൻസ്, അത് നമ്മൾ പറഞ്ഞു. സൈനോവിയ ജോയിന്റ് ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു. സെറൂമെൻ ഇറ്റ്സ് നത്തിങ് ബട്ട് ഇയർ വാക്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഫ്ലവർ? അപ്പോൾ ഫ്ലവറിൻ്റെ പാർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഫ്ലവറിൻ്റെ പാർട്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇതോടെ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഫ്ലവറിൻ്റെ പാർട്ട് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേമൻ, പീറ്റിയോൾ, സെപ്പൽ ഓർ പിസ്റ്റിൽ. ഇതിൽ ഏതാണ് ഫ്ലവറിൻ്റെ പാർട്ട് അല്ലാത്തത്? ഫ്ലവറിൻ്റെ പാർട്ട് അല്ലാത്തത് ഓപ്ഷൻ ബി പീറ്റിയോൾ ആണ്. പീറ്റിയോൾ എന്ന് പറയുന്നത് നമ്മുടെ ലീഫിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ അവിടെ വരുന്നതാണ് അല്ലേ. ലീഫ് നമുക്കിങ്ങനെ സ്റ്റെമ്മിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ പീറ്റിയോൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഫ്ലവറിൻ്റെ പാർട്ടല്ല. ബാക്കി സ്റ്റേമൻ, പിസ്റ്റിൽ, സെപ്പൽ ഇതെല്ലാം തന്നെ ഫ്ലവറിൻ്റെ പാർട്ടിൽ വരുന്നതാണ്. ഓക്കെ, പീറ്റിയോൾ ഇസ് എ പാർട്ട് ഓഫ് ദ ലീഫാണ്. ഓക്കെ, പെഡിസൽ ഇത് ബാക്കി ഫ്ലവറിൻ്റെ പാർട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ പാർട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? ഫ്ലവറിന് ആദ്യം തന്നെ ഒരു സ്റ്റോക്ക് ഉണ്ടാകും അല്ലേ. നമ്മളൊരു ഫ്ലവർ എന്തെങ്കിലും ഒന്ന് ഇമാജിൻ ചെയ്യുക, അപ്പോൾ അതിനൊരു സ്റ്റോക്ക് ഉണ്ടാകും. ആ സ്റ്റോക്കിനെ പറയുന്ന പേരാണ് പെഡിസൽ. ആ സ്റ്റോക്കിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാകും അല്ലേ, ഒരു സ്റ്റേജ് പോലെ, അതാണ് തലാമസ് എന്ന് പറയുന്നത്. തലാമസ് ഓർ റിസെപ്റ്റിക്കൽ, സ്വോളൻ എൻഡ് ഓഫ് ദ സ്റ്റോക്ക്. അത് കഴിഞ്ഞ് കാലിക്സും കൊറോളയും വരും. കാലിക്സ് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ വരുന്ന സെപ്പൽസ് ആണ് അല്ലേ. നമ്മുടെ സെപ്പൽ പച്ച കളർ പാർട്ട് വരുന്നില്ല, ബഡൊക്കെ മൂടി വെച്ചിരിക്കുന്ന പാർട്ട്, അതാണ് സെപ്പൽ. സെപ്പലിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ കാലിക്സ് എന്ന് പറയുന്നത്, കമ്പോസ്ഡ് ഓഫ് സെപ്പൽസ്. ഗ്രീൻ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. കൊറോള എന്ന് പറയുന്നത് അതിൻ്റെ മേളിൽ വരുന്ന പെറ്റൽസ് ആണ്. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞ് വരാൻ പോകുന്ന പാർട്ടാണ് പെറ്റൽസ്. ഓക്കെ, സോ അതാണ് കൊറോള. പെറ്റൽസിൻ്റെ കളക്ഷന് പറയുന്ന പേരാണ് കൊറോള. അതിൻ്റെ അകത്ത് എന്താണ് വരുന്നത്? ഫ്ലവറിൻ്റെ അകത്ത് ആക്ച്വലി മെയിൻ പാർട്ട് എന്താണ്? റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ആൻഡ്രീഷ്യം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം. ആൻഡ്രീഷ്യം ഈസ് മേഡ് അപ്പ് ഓഫ് സ്റ്റേമൻസ്. ആൻഡ്രീഷ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റേമൻസ് ആണ്. സ്റ്റേമൻസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ കാർപ്പിൾ ഓർ പിസ്റ്റിൽ എല്ലാത്തിനും കൂടി ഒരുമിച്ചാണ് നമ്മൾ ഗൈനീഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലൂടെ നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് പഠിക്കാൻ എന്താ നമ്മൾ പറഞ്ഞത്, ഇതാണ് പെഡിസൽ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പെഡിസൽ. ഓക്കെ, അപ്പോൾ എൻ്റെ ഡയഗ്രാം കണ്ട് കൺഫ്യൂസ്ഡ് ആയ ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ശരിക്കും വളരെ നല്ല പടം വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് പെഡിസൽ. പെഡിസലിൻ്റെ പുറത്ത് ഈ കാണുന്ന പാർട്ട് ഇതാണ് തലാമസ്. ഓക്കെ, ഇതാണ് തലാമസ്. ഇതിൻ്റെ പുറത്താണ് ബാക്കിയുള്ള പാർട്ടുകളൊക്കെ യൂഷ്വലി അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വരുന്ന ഈ പച്ച കളർ പാർട്ട്, ലീഫ് പോലെ ഇരിക്കുന്ന പാർട്ട് നമ്മുടെ ബഡായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് കാണത്തില്ലേ, അതാണ് സെപ്പൽ. സെപ്പലിനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ കാലിക്സ് എന്ന് പറയുന്നത്. ആ സെപ്പൽ നമ്മൾ പൊളിച്ചു മാറ്റി കഴിയുമ്പോൾ അടുത്തത് എന്താ വിടർന്ന് വരുന്നത്? പെറ്റൽസ് വരും അല്ലേ. പെറ്റൽസിനെ എല്ലാം കൂടി ചേർത്ത് പറയുന്നതാണ് നമ്മൾ കൊറോള. ഓക്കെ, ഇനി കൊറോളയെ നമ്മൾ വിടർത്തി മാറ്റി, അപ്പോൾ എന്ത് വരുന്നു? അതിൻ്റെ അകത്താണ് ഈ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. ഓക്കെ, സ്റ്റേമൻ ആൻഡ് സ്റ്റേമൻ എല്ലാം കൂടി ചേർന്ന് നമ്മൾ ആൻഡ്രീഷ്യം എന്ന് പറയും. ഈ നടുക്ക് കാണുന്ന പാർട്ട് ഇതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഇതിനെ നമ്മൾ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറയും. ഓക്കെ, ആൻഡ് ഇതിനെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഗൈനീഷ്യം എന്ന് പറയും. ഫീമെയിൽ കംപ്ലീറ്റ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ നമ്മൾ ഗൈനീഷ്യം എന്നും മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ സ്റ്റേമൻ എന്നും പറയും. സ്റ്റേമൻ എന്ന് പറയുമ്പോൾ ഈ കംപ്ലീറ്റ് ഈ മഞ്ഞ പാർട്ടാണ്. അപ്പോൾ ഇതിനെ പറയുന്ന പേര് ഫിലമെൻ്റ് എന്നും ഇതിനെ പറയുന്ന പേര് ആന്തർ എന്നുമാണ്. ഓക്കെ, ദിസ് ഇസ് ആന്തർ, ദിസ് ഇസ് ഫിലമെന്റ്. ഈ ആന്തർ നമ്മൾ കട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമുക്ക് കുറേ പോളൻ ഗ്രെയിൻസ് കാണാം. ഓക്കെ,
Now coming to the gynecium, ഇത് കംപ്ലീറ്റ് ഈ നടുക്ക് കാണുന്ന പിങ്ക് കളർ പാർട്ട് കംപ്ലീറ്റ്ലി ആണ് ഗൈനീഷ്യം എന്ന് പറയുന്നത്. Now or pistil എന്ന് നമ്മൾ പറയും. പിസ്റ്റിലിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഈ പാർട്ട് സ്റ്റിഗ്മ. ഓക്കെ, മേളിൽ വരുന്ന സ്റ്റിഗ്മ. അത് കഴിഞ്ഞ് ഈ ഒരു കഴുത്ത് പോലെ വരുന്ന പാർട്ട് ഇസ് സ്റ്റൈൽ, സ്റ്റിഗ്മ, സ്റ്റൈൽ. ആൻഡ് താഴെ വരുന്ന ഈ ഇങ്ങനെ ബൾബ് പോലെ ഇരിക്കുന്ന പാർട്ട് ഇസ് ഓവറി. ഓവറിക്കകത്താണ് ഓവ്യൂൾസ് ഒക്കെ വരുന്നത്. Now ആന്തറിയിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ഇവിടെയാണ് വന്ന് വീഴുന്നത് ഡ്യൂറിങ് പോളിനേഷൻ. ഓക്കെ, സ്റ്റിഗ്മയിലാണ് വന്ന് വീഴുന്നത്. അത് കഴിഞ്ഞിട്ട് അത് അവിടുന്ന് ട്യൂബ് വഴി ഇവിടെ വന്ന് ഓവ്യൂളിൽ വന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസസ് കനോട്ട് ബി പ്രിവെൻറ്റഡ് ബൈ വാക്സിനേഷൻ? അപ്പോൾ ഇതിൽ ഏതിനാണ് വാക്സിനേഷൻ എടുത്തിട്ട് കാര്യമില്ലാത്തത്? റേബീസ്, ബെറിബെറി, തൈറോയിഡ് ഓർ മീസിൽസ്. അപ്പോൾ നമുക്കറിയാം ഇതെല്ലാം തന്നെ മൈക്രോ ഓർഗനിസംസ് കോസ് ചെയ്യുന്ന ഡിസീസസ് ആണ് അല്ലേ. എന്നാൽ ബെറിബെറി എന്ന് പറയുന്നത് ഇതൊരു വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ്. വൈറ്റമിൻ ഡെഫിഷ്യൻസിക്ക് നമുക്ക് വാക്സിൻ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി, ബെറിബെറിയാണ് ശരിയായ ഉത്തരം. ബെറിബെറിക്ക് നമുക്ക് വാക്സിൻ എടുത്തിട്ട് കാര്യമില്ല. ബെറിബെറി ഈസ് വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി. നമുക്കറിയാം വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ബി കോംപ്ലെക്സ് ആണ് അല്ലേ, ബി കോംപ്ലെക്സ് ആണ്. സോ അതിൻ്റെ അകത്ത് B1ൻ്റെ ഡെഫിഷ്യൻസിയാണ് നമ്മൾ ബെറിബെറി എന്ന് പറയുന്നത്. B1 എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് റൈസ് ബ്രാനിൽ നിന്ന്, തവിടിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പോളിഷ്ഡ് റൈസ് ഒരുപാട് കഴിക്കുന്നവർക്ക് B1 ഡെഫിഷ്യൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. B1നെ തന്നെയാണ് തൈമിൻ എന്നും പറയുന്നത്. Now rabies vaccine was discovered by മറ്റുള്ള ഓപ്ഷൻസ് ആണ് കേട്ടോ ഈ പറയുന്നത്. നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എന്ത് പറ്റി നമ്മൾ വൈറ്റമിനിൽ നിന്ന് റേബീസിലോട്ട്, മറ്റുള്ള ഓപ്ഷൻസ് ആണ്. റേബീസിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്ചർ ആണ്. ഓക്കെ, മീസിൽസ് വാക്സിൻ ആണ് MMR എന്ന് പറയുന്നത് മീസിൽസ് മാത്രമല്ല മംസ്, മീസിൽസ്, റുബെല്ല മൂന്നെണ്ണത്തിനും കൂടിയുള്ള വാക്സിൻ ആണ്. ഓക്കെ, BCG ആണ് നമ്മൾ ട്യൂബർക്ലോസിന് വേണ്ടി കൊടുക്കുന്ന വാക്സിൻ. ഓക്കെ, ബാസിലസ് ഗാമറ്റ് ഗ്യൂറിൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. DPT, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. പെർട്ടൂസിസ് തന്നെയാണ് നമ്മുടെ വൂപ്പിംഗ് കോഫ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇതാണ് നമ്മുടെ വൈറ്റമിൻസിൻ്റെ കെമിക്കൽ നെയിം ആൻഡ് അതിൻ്റെ ഡെഫിഷ്യൻസീസ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത്. സോ വൈറ്റമിൻ എനെ പറയുന്ന പേര് റെറ്റിനോൾ. കണ്ണിന് വേണ്ടി ആവശ്യമായതുകൊണ്ട് റെറ്റിനോൾ. ഓക്കെ, അങ്ങനെ ഓർക്കുക. നൈറ്റ് ബ്ലൈൻഡ്നസ്, സെറോഫ്താൽമിയ ഒക്കെ കോസ് ചെയ്യുന്നു ഡെഫിഷ്യൻസി. വൈറ്റമിൻ സിനെ പറയുന്ന പേരെന്താണ്? ആസ്കോർബിക് ആസിഡ്, സ്കർവി കോസ് ചെയ്യുന്നു, മോണുകളിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. വൈറ്റമിൻ ഡി സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നു എന്ന് എല്ലാവർക്കും അറിയാം. കാൽസിഫെറോൾ, റിക്കറ്റ്സ് ആൻഡ് ഓസ്റ്റിയോമലേഷ്യ കോസ് ചെയ്യുന്നു. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ എന്നാണ് പറയുന്നത്, സ്റ്റെറിലിറ്റി കോസ് ചെയ്യുന്നു ഡെഫിഷ്യൻസിക്കാർ. ഓക്കെ, വൈറ്റമിൻ കെനെ പറയുന്ന പേരാണ് ഫിലോക്വിനോൺ. നമ്മുടെ ബ്ലഡ് എല്ലാം കൊയാഗുലേറ്റ് ചെയ്യാനായിട്ട്, അത് കട്ടപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ബ്ലഡ് കട്ടപിടിക്കത്തില്ല, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതാണ് ഹെമറേജസ് എന്ന് പറയുന്നത്. B1. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ബി കോംപ്ലെക്സ് ആണ്. ഓക്കെ, ബി കോംപ്ലെക്സിൻ്റെ അകത്ത് എത്ര എണ്ണം വരുന്നുണ്ട്? സോ ബി കോംപ്ലെക്സിൻ്റെ അകത്ത് വരുന്ന വൈറ്റമിൻസ് ആണ് B1, B2, B3. 4 വരത്തില്ല. 5, 6, 7, 8 വരുന്നില്ല. 9 and 12. ഓക്കെ, സോ B1നെ പറയുന്ന പേരാണ് തൈമിൻ. ഡെഫിഷ്യൻസി നമ്മൾ പറഞ്ഞു ബെറിബെറിയാണ്. B2 റൈബോഫ്ലേവിൻ ആണ്, ഗ്ലോസൈറ്റിസ് കോസ് ചെയ്യുന്നു. B3 ആണ് നിയാസിൻ എന്ന് പറയുന്നത്. ഡെഫിഷ്യൻസി കാരണം പെലഗ്ര ഓർ 4D സിൻഡ്രോം ഉണ്ടാകുന്നു. B5 പാൻറ്റോതെനിക് ആസിഡ് ആണ്, ബേണിംഗ് ഫീറ്റ്, കാലിനൊക്കെ പുകച്ചിലുണ്ടാകുന്നു. ഓക്കെ, B4 ഇല്ല കേട്ടോ, ഇവിടെ B4 വരുന്നില്ല, ആൻഡ് ഇവിടെ B8 വരുന്നില്ല. ഓക്കെ, 4ന്റെ ഡബിൾ 8 രണ്ടും വരുന്നില്ല. ഓക്കെ, സോ B5 പാൻറ്റോതെനിക് ആസിഡ്, പെൻറ്റ അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഓക്കെ, B5 പെൻറ്റ, അപ്പോൾ പാൻറ്റോതെനിക് ആസിഡ്, ബേണിംഗ് ഫീറ്റ്. B6 പിരിഡോക്സിൻ. ഓക്കെ, അനീമിയ കോസ്, അതായത് ഇല്ലെങ്കിൽ അനീമിയ ഉണ്ടാകുന്നു. B7 ബയോട്ടിൻ, നെർവ് ഡിസോർഡർ. B9 ഫോളിക് ആസിഡ്, അനീമിയ. ഈ 6, 9 and 12 ഇത് മൂന്നെണ്ണത്തിൻ്റെയും ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത് അനീമിയാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനീമിയാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് കോസസ് അനീമിയ. ഓക്കെ, അപ്പോൾ അതങ്ങനെ പഠിച്ചു വയ്ക്കുക. B9 ആണ് ഫോളിക് ആസിഡ്. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് ഫോളിക് ആസിഡ്. അതങ്ങനെ തന്നെ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. പിന്നെ B12നെ പറയുന്ന പേരാണ് സയനോ കോബലാമിൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊബാൾട്ട് അടങ്ങിയിട്ടുണ്ട്. കോബലാമിൻ കണ്ടില്ലേ, കൊബാൾട്ട്. അപ്പോൾ അങ്ങനെയും ചോദിക്കാറുണ്ട്, കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലോ ഓഫ് ന്യൂട്ടൺ പ്രൊവൈഡ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിനിഷൻ ഫോർ ഫോഴ്സ്? ഫോഴ്സിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിനിഷൻ നമുക്ക് നൽകുന്നത് ന്യൂട്ടൻ്റെ ഏത് ലോ ആണ്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, സെക്കൻഡ് ലോ, ഫസ്റ്റ് ലോ ഓർ തേർഡ് ലോ? അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
സെക്കൻഡ് വൺ ആണ് അല്ലേ, സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോയിൽ എന്താ പറയുന്നത്? ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് റിമെയിൻസ് അറ്റ് റെസ്റ്റ്, ഒബ്ജക്റ്റ് ഇൻ മോഷൻ റിമെയിൻസ് ഇൻ മോഷൻ അല്ലേ. വെറുതെ നിൽക്കുന്ന ഒരു സാധനം അങ്ങനെ തന്നെ നിൽക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം മൂവ് ചെയ്തുകൊണ്ടിരിക്കും until or unless acted upon by an unbalanced force. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ ഫോഴ്സിനെ പറ്റി പറയുന്നത്, ഫോഴ്സ് ഈക്വൽസ് മാസ് ടൈംസ് ആക്സലറേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്. തേർഡ് ലോ എന്താണ്? നമ്മൾ പണ്ട് മുതലേ ആരെങ്കിലും പിടിച്ച് തല്ലിക്കഴിയുമ്പോൾ പറയുന്നതാണ് അല്ലേ, ഫോർ എവറി ആക്ഷൻ ദിസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ. സോ അതാണ് നമ്മുടെ തേർഡ് വൺ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൻഡ് ന്യൂട്ടൺസ് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ഇസ് യൂഷ്വലി സ്റ്റേറ്റഡ് ആസ് every particle attracts every other particle in the universe with a force that is directly proportional to the product of their mass and inversely proportional to the square of the distance between them, okay, between their centers. Next question, the vitamin whose content increases following the conversion of milk into curd by lactic acid bacteria. Okay, അപ്പോൾ ഏത് വൈറ്റമിൻ ആണ്? മിൽക്ക് നമ്മുടെ കേർഡായിട്ട് മാറുമ്പോൾ, മിൽക്ക് വെൻ ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു കേർഡ്, ആരാ അത് കൺവേർട്ട് ചെയ്യുന്നത്? ലാക്റ്റിക് ആസിഡ് ബാസിലൈ ആണ് അല്ലേ, ലാബ് എന്ന് നമ്മൾ പറയും. സോ ലാക്റ്റിക് ആസിഡ് ബാസിലൈ മിൽക്കിനെ കേർഡായിട്ട് മാറ്റുമ്പോൾ അതിൽ ഏത് വൈറ്റമിൻ്റെ അളവാണ് കൂടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈറ്റമിൻ സി, B12 ഓർ ഡി, ഏത് വൈറ്റമിൻ്റെ അളവാണ് കൂടുന്നത് ഈ കൺവേർഷൻ നടന്നു കഴിയുമ്പോൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, B12 ആണ് കൂടുന്നത്. ഓക്കെ, now lactobacillus and other commonly called lactic acid bacteria, lab എന്ന് ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന കുറേ ബാക്ടീരിയാസ് ഉണ്ട്. they grow in milk and convert it into curd, തൈരാക്കി മാറ്റുന്നു. it also improves its nutritional quality by increasing the vitamin B12. okay, now നമ്മുടെ വയറിലുമുണ്ട് ഈ ലാബ്. okay, it's also present in our stomach. So lab plays a very beneficial role in checking disease causing microorganisms. നമ്മൾ പറയാറില്ലേ നമ്മുടെ വയറിലും ചില നമ്മളെ സഹായിക്കുന്ന ചില ബാക്ടീരിയകളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, pneumatophores are specialized dash in hydrophytes. ഹൈഡ്രോഫൈറ്റ്സ് എന്താണെന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കുക, എന്നാലേ നമുക്കിത് ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, അല്ലെങ്കിൽ ഇതെന്താണെന്ന് പറഞ്ഞുകൂടാ അതെന്താണെന്ന് പറഞ്ഞുകൂടാ. സോ വാട്ട് ആർ ഹൈഡ്രോഫൈറ്റ്സ്? ഹൈഡ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിൽ വളരുന്ന ചെടികളാണ്. അപ്പോൾ വെള്ളത്തിൽ വളരുന്ന ചെടികളിൽ ഈ ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്നത് സീഡ്സ് ആണോ, റൂട്ട്സ് ആണോ, ഫ്രൂട്ട്സ് ആണോ, അതോ ഫ്ലവേഴ്സ് ആണോ? അപ്പം വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ വളരുന്ന ചെടികളാവുമ്പോൾ അവർക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടത്തില്ല അല്ലേ. അപ്പോൾ വെള്ളത്തിൽ നിന്നുള്ള ഓക്സിജൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ റൂട്ട്സ് എന്ത് ചെയ്യും? റൂട്ട്സ് ഇങ്ങനെ വെളിയിലോട്ട് വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ന്യൂമാറ്റോഫോഴ്സ്. ഈ കാണുന്നതാണ് ന്യൂമാറ്റോഫോഴ്സ്. ആൻഡ് ഇതിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് ന്യൂമാറ്റോഫോഴ്സ്, ചെറിയ ഓപ്പണിങ്സ്. ആ ഓപ്പണിങ്സിനെ പറയുന്ന പേരാണ് ലെന്റിസെൽസ്. ഓക്കെ, ക്ലിയർ? So pneumatophores, lateral roots that extend out of the surface of water, facilitate the exchange of oxygen and carbon dioxide for the roots submerged in the water. അപ്പോൾ റൂട്ടിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നില്ല, അപ്പോൾ അത് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അതിനെ പറയുന്ന പേരാണ് ന്യൂമാറ്റോഫോഴ്സ്. അതിലുള്ള ചെറിയ സുഷിരങ്ങളെ പറയുന്ന പേരാണ് ലെന്റിസെൽസ്. The foul smell of the body, especially during a sultry summer, is due to the action of ഡാഷ് ഓൺ സ്വെറ്റ്. ഈ സമയത്തൊക്കെ നല്ല ചൂടല്ലേ, അപ്പോൾ ചൂട് സമയത്ത് ആ ഒരു ബോഡി ഓർഡർ, അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെലാനിൻ, മോയ്സ്ചർ, വൈറസ് ഓർ ബാക്ടീരിയ. എന്താണ് അതിന് കാരണം? ബാക്ടീരിയ ആണ്. ഓക്കെ, ബാക്ടീരിയ സ്വെറ്റുമായിട്ട് റിയാക്ട് ചെയ്യാന്നാണ്. ബോഡി ഓർഡർ ഹാപ്പൻസ് ആൻഡ് ബാക്ടീരിയ ഓൺ ദ സ്കിൻ കംസ് ഇൻ കോൺടാക്ട് വിത്ത് ദ സ്വെറ്റ്. our skin is naturally covered with bacteria. എല്ലാവർക്കും അറിയാവുന്നില്ല, നമ്മുടെ സ്കിന്നിൽ നാച്ചുറലി ഒരു ലെയർ ഓഫ് ബാക്ടീരിയ ഉണ്ട്. നല്ല ബാക്ടീരിയയും അല്ലാണ്ടുള്ള ബാക്ടീരിയ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ when that reacts with the sweat, അപ്പോഴാണ് ഈ ബോഡി ഓർഡർ ഉണ്ടാകുന്നത്. Dash is concerned with constructing records of past climates and climatic events by analysis of tree growth characteristics, especially growth rings. Okay, അപ്പോൾ നമ്മൾ പാസ്റ്റ് ക്ലൈമറ്റിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ക്ലൈമറ്റിക് ചേഞ്ചസിനെ പറ്റിയുള്ള റെക്കോർഡ് കളക്ട് ചെയ്യുക. എന്ത് യൂസ് ചെയ്തിട്ട്? ട്രീസിനെ. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്? ട്രീസിൽ നിന്ന് ട്രീ ഗ്രോത്ത് ആൻഡ് എസ്പെഷ്യലി ഗ്രോത്ത് റിങ്സ് വെച്ചിട്ട്. അപ്പോൾ ഇതിനെ എന്താ പറയുക? ഈ സ്റ്റഡിയെ നമ്മൾ എന്താണ് പറയുന്നത്? ഇതിൻ്റെ സയൻസിനെ നമ്മൾ എന്താണ് പറയുന്നത്? ബയോക്ലൈമറ്റോളജി, ഹിസ്റ്റോറിക്കൽ ക്ലൈമറ്റോളജി, ഡെൻട്രോക്ലൈമറ്റോളജി ഓർ ജിയോക്ലൈമറ്റോളജി. ഇതിനെ നമ്മൾ പറയുന്നതാണ് ഡെൻഡ്രോക്ലൈമറ്റോളജി. ഓക്കെ, ഡെൻഡ്രോക്ലൈമറ്റോളജി എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഗ്രോത്ത് റിങ്സ്, ട്രീ നമ്മൾ മരം മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഇതിങ്ങനെ നമ്മൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ റിങ്സ് പോലെ കാണാം അല്ലേ.
അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ക്ലൈമറ്റിക് ചേഞ്ചസ് ഒക്കെ അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഡെൻഡ്രോക്ലൈമറ്റോളജി. ബാക്കിയുള്ള ഓപ്ഷൻസ് ആണ് കേട്ടോ ഈ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ബയോക്ലൈമറ്റോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലൈമറ്റ് ആൻഡ് ലിവിങ് ഓർഗനിസംസ്. ഓക്കെ, സിമ്പിളാണ്, ബയോയും ക്ലൈമറ്റും. അപ്പോൾ ലിവിങ് ഓർഗനിസംസും ക്ലൈമറ്റും തമ്മിലുള്ള ബന്ധം. ഹിസ്റ്റോറിക്കൽ ക്ലൈമറ്റോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ് ആൻഡ് ദെയർ ഇഫക്റ്റ് ഓൺ ദ സിവിലൈസേഷൻ അത് എങ്ങനെയൊക്കെ ബാധിച്ചു എന്നാണ് നമ്മളവിടെ പഠിക്കുന്നത്. നെക്സ്റ്റ്, which of the following laws deduce the expression for the force between two stationary point charges in the vacuum or free space? Okay, അപ്പോൾ ഏത് ലോയിലാണ് which law gives you the force between two stationary points in vacuum? വാക്യൂമിലുള്ള രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഫോഴ്സിനെ പറ്റി പറയുന്നത് ഏത് ലോയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് ലോ ആണ്? ലെൻസസ് ലോ, കൂലംസ് ലോ, ഓംസ് ലോ ഓർ ഗോസ് ലോ? ഏത് ലോയിലാണ്? ഓപ്ഷൻ ബി, കൂലംസ് ലോ ആണ് അതിനെപ്പറ്റി പറയുന്നത് അല്ലേ. According to Coulomb's law, the force of attraction or repulsion between two charged bodies എങ്ങനെയാണ്? It is directly proportional to the product of their charges and it is inversely proportional to the square of the distance between them. Okay, അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് Coulomb's law ആണ്. അത് ആരാണ് പ്രപ്പോസ് ചെയ്തത്? ചാൾസ് അഗസ്റ്റിൻ ഡി കുലംബ് ആണ് 1785 ഇത് പ്രപ്പോസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. 21st ക്വസ്റ്റ്യൻ നോക്കാം. Which of the following dwarf planet lies in the മെയിൻ ആസ്ട്രോയിഡ് ബെൽറ്റ്? അപ്പോൾ ഇതിലൊരു ഡ്വാർഫ് പ്ലാനറ്റ് ആണ് വിച്ച് ലൈസ് ഇൻ ദ മെയിൻ ആസ്ട്രോയിഡ് ബെൽറ്റ്. ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എറീസ് ആണോ, മേക്ക് ആണോ, ഹ്യൂമിയ ആണോ, അതോ സിരീസ് ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സിരീസ് ആണ്. ഓക്കെ, ദ ആസ്ട്രോയിഡ് ബെൽറ്റ് ഇസ് എ ടോറസ് ഷേപ്ഡ് റീജിയൻ ഇൻ ദ സോളാർ സിസ്റ്റം. എന്തിൻ്റെ ഇടയിലാണ് ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് വരുന്നത്? ജൂപ്പിറ്റർ ആൻഡ് മാർസിൻ്റെ ഇടയിലാണ്. ഓക്കെ, അപ്പോൾ ജൂപ്പിറ്റർ ആൻഡ് മാർസിൻ്റെ ഇടയിലാണ് നമ്മുടെ ആസ്ട്രോയിഡ് ബെൽറ്റ് വരുന്നത്. ആൻഡ് അതിലാണ് സീരീസ് വരുന്നത്. സീരീസ് വാസ് ദ ഫസ്റ്റ് ആസ്ട്രോയിഡ് ഡിസ്കവർഡ്. ഇറിസ്, മേക്ക് ആൻഡ് ഹ്യൂമിയ members of group of objects that orbit in a disc-shaped zone beyond the orbit of Neptune called Kuiper belt. Okay, Kuiper belt il varunnathanu baaki ellavarum. Which of the following is a characteristic of permanent tissue? ഈ കൊടുത്തിരിക്കുന്നതിൽ പെർമനന്റ് ടിഷ്യൂവിൻ്റെ, നമുക്ക് മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനന്റ് ടിഷ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബോട്ടണിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗ്രോയിങ് ടിഷ്യൂസ് ആണ് മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ, ഗ്രോത്ത് നിന്നതാണ് പെർമനന്റ് ആകുന്നത്. അപ്പോൾ പെർമനന്റ് ടിഷ്യൂവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൽ ഡിവൈഡ് ചെയ്യും, ഇനോർഗാനിക് ഇൻക്ലൂഷൻസ് ആബ്സെൻ്റ് ആണ്, വാക്യൂൾ ആബ്സെൻ്റ് ആണ്, ഇന്റർസെല്ലുലാർ സ്പേസ് ആർ പ്രസൻറ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഇൻട്രാസെല്ലുലാർ സ്പേസസ് ആർ പ്രസൻറ്റ് അല്ലേ, അതാണ് അതിൻ്റെ പോയിന്റ്. സെൽസ് ഓഫ് ദിസ് ടിഷ്യൂ ആർ പ്രോപ്പർ ഇൻ ഷേപ്പ്. എന്താണ് വ്യത്യാസം? വ്യത്യാസം ഇതാണ്, നമ്മുടെ പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രോപ്പർ ഷേപ്പ് ഉണ്ടാവും. ദേ ഹാവ് വെൽ ഡെവലപ്ഡ് സെൽ വാൾ, കാരണം അതിൻ്റെ ഗ്രോത്ത് എല്ലാം കഴിഞ്ഞു, ഫിക്സ് ചെയ്തു അല്ലേ. സെൽ വാൾ ഇസ് തിക്ക്, ഇൻട്രാസെല്ലുലാർ സ്പേസസ് ആർ പ്രസൻറ്റ് ബിറ്റ്വീൻ ദ സെൽ, ന്യൂക്ലിയസ് ഇസ് ബിഗർ ആൻഡ് ദ സൈറ്റോപ്ലാസം ഇസ് ഡെൻസ്. കാരണം അതിൻ്റെ ഗ്രോത്ത്, അങ്ങനെ ഒരു ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിൻ്റെ ഗ്രോത്ത് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ദ റേറ്റ് ഓഫ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് കമ്പാരിറ്റീവ്ലി സ്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈപ്നിയ ഇൻഡിക്ക ആൻഡ് ഹൈപ്നിയ ബുല്ലാട്ട ആർ ടൈപ്സ് ഓഫ് ഡാഷ്. ഇത് വരാൻ കാരണം ഇത് റീസെൻ്റ്ലി, അതായത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് പോലെ ഇത് റീസെൻ്റ്ലി ന്യൂസിലുണ്ടായിരുന്ന ഒന്നാണ്. അപ്പോൾ ഹൈപ്നിയ ഇൻഡിക്ക, ഹൈപ്നിയ ബുല്ലാട്ട എന്ന് പറയുന്നത് ഗ്രീൻ സീവുഡ് ആണോ, സീവീഡ് ആണോ, ബ്ലാക്ക് സീവീഡ് ആണോ, യെല്ലോ സീവീഡ് ആണോ, അതോ റെഡ് സീവീഡ് ആണോ? ശരിയായ ഉത്തരം ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി, ഇതൊരു റെഡ് സീവീഡ് ആണ്. സോ ഞാൻ പറഞ്ഞു ഇത് റീസെൻ്റ്ലി ന്യൂസിലുണ്ടായിരുന്നു. ഇത് മാർച്ച് 2021 കന്യാകുമാരിയുടെ കോസ്റ്റിൽ നിന്നിത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഓഫ് മറൈൻ ബോട്ടണിസ്റ്റ് ലെഡ് ബൈ ഫെലിക്സ് ബാസ്റ്റ് from Central University of Punjab, Bhatinda. They have traced these native seaweed species along the coast of Kanyakumari. Okay, അതുകൊണ്ട് ഇത് റീസെൻ്റ്ലി ന്യൂസിലൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. Which of the following is a type of plant disease? അപ്പോൾ ആനിമൽ ഡിസീസ് മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും, എന്നാൽ പ്ലാന്റ് ഡിസീസസിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതുപോലെയുള്ളത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ കൂടുതലും ചോദിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഹ്യൂമൻ ഡിസീസസിനെ പഠിക്കുന്ന പോലെ അത്രയും പ്രോപ്പറായിട്ട് വരാൻ സാധ്യത കുറച്ച് കുറവാണ്. സോ ഇതിൽ ഏതാണ് ഒരു പ്ലാന്റ് ഡിസീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോട്ടണിസം, ബ്ലൈറ്റ്, കോക്സിഡിയോസിസ് ഓർ മാസ്റ്റൈറ്റിസ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബ്ലൈറ്റ് ഡിസീസ് ആണ്. ഓക്കെ, ബ്ലൈറ്റ് ഡിസീസ് എന്ന് പറയുന്നത് എപ്പോഴും
പ്ലാന്റ്സിലുണ്ടാകുന്ന ഡിസീസിൻ്റെ പറയുന്ന പേരാണ്. ഒരു ടൈപ്പ് ഓഫ് ഡിസീസാണ്. ഓക്കെ, അതിലെന്താ സംഭവിക്കുക? ഒരു ബേൺഡ് അപ്പിയറൻസ്, കരിഞ്ഞു പോയ അപ്പിയറൻസ് ആയിരിക്കും. സോ ബേൺഡ് അപ്പിയറൻസ് കോസസ് സഡൻ ഡെത്ത് ഓഫ് ദ പ്ലാന്റ് ഓർ പ്ലാന്റ് പാർട്ട് വിച്ച് ടേൺസ് ബ്രൗൺ ഓർ ബ്ലാക്ക്, ഇങ്ങനെ കരിഞ്ഞു പോയ പോലെ ഇരിക്കും. ഓക്കെ, ആൻഡ് ഓർ ഡീക്കേസ്. ലേറ്റ് ബ്ലൈറ്റ് പൊട്ടറ്റോ, ഇതാണ് എൻ്റെ എക്സാമ്പിൾ. ബോട്ടുലിസം എന്ന് പറയുന്നത് എന്താണ്? ബോട്ടുലിസം ഇസ് എ റെയർ ബട്ട് സീരിയസ് ഇൽനസ് കോസ്ഡ് ബൈ ടോക്സിൻ ദറ്റ് അറ്റാക്സ് ദ ബോഡീസ് നെർവ്സ്. കോക്സിഡിയോസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാരസൈറ്റിക് ഡിസീസ് ഓഫ് ദ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ ഉണ്ടാകുന്ന ഒരു പാരസൈറ്റിക് ഡിസീസാണ് ഓഫ് ആനിമൽസ് കോസ്ഡ് ബൈ കോക്സീഡിയൻ പ്രോട്ടോസോവ. മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ടിഷ്യൂവിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്. ഐറ്റിസ് ഞാൻ നേരത്തെയും പറഞ്ഞില്ല, ഐറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ആയിരിക്കും. 25ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കെമിക്കൽ കൊയാഗുലൻറ്റ് യൂസ്ഡ് ഇൻ ദ വാട്ടർ ട്രീറ്റ്മെൻറ്റ്? വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ കൊയാഗുലൻറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോളി അലുമിനിയം ക്ലോറൈഡ്, അലുമിനിയം സൾഫേറ്റ്, ആലം, അലുമിനിയം ക്ലോറൈഡ് ഓർ നൈട്രജൻ ഡയോക്സൈഡ്. ഇതിൽ ഏതാണ് നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നൈട്രജൻ ഡയോക്സൈഡ് നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നതല്ല. ട്രഡീഷണൽ കെമിക്കൽ കൊയാഗുലൻസ് ആർ അലുമിനിയം ഓർ അയൺ കൊയാഗുലൻസ് ആയിരിക്കും. ഓക്കെ, അലുമിനിയം ഓർ അയൺ കൊയാഗുലൻസ് ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺ അലുമിനിയം കൊയാഗുലൻ അലുമിനിയം സൾഫേറ്റ്, അലുമിനിയം ക്ലോറൈഡ്, സോഡിയം അലുമിനേറ്റ് ഒക്കെയാണ്. അയൺ കൊയാഗുലൻസിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഫെറിക് സൾഫേറ്റ്, ഫെറസ് സൾഫേറ്റ്, ഫെറിക് ക്ലോറൈഡ്, ഫെറിക് ക്ലോറൈഡ് സൾഫേറ്റ്. ഇതൊക്കെയാണ് ചില കോമൺ ആയിട്ടുള്ള അയൺ ആൻഡ് അലുമിനിയം കൊയാഗുലൻസ്. സോ ഹാഫ് ഓഫ് ദ സെഷൻ നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു. 26 ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫോർ ദ എക്സ്പ്രഷൻ ഓഫ് ആർക്ക് ബൈ റേഡിയസ്? ആർക്ക് ബൈ റേഡിയസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണെന്നാണ്. സർഫസ് ടെൻഷൻ, വെലോസിറ്റി, പ്ലെയിൻ ആംഗിൾ ഓർ ലീനിയർ മൊമെൻറ്റം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പ്ലെയിൻ ആംഗിൾ ആണ് അല്ലേ. സോ ബേസിക്കലി ദർ ആർ 2 types ഓഫ് സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഒന്ന് പ്ലെയിൻ ആംഗിൾ ഉണ്ട്, ഒന്ന് സോളിഡ് ആംഗിൾ ഉണ്ട്. ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻക്ലിനേഷൻ ബിറ്റ്വീൻ 2 lines. An angle is arc by radius. Dimensionless unit of angle by arc is plane angle is radian. Dash is the measure of relative clarity of liquid. അപ്പോൾ ഒരു ലിക്വിഡിൻ്റെ ക്ലാരിറ്റി എത്ര ക്ലിയർ ആണ് എന്ന് നമ്മൾ കാണിക്കുന്നത് ഇതിൽ ഏതിലാണ് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാരിറ്റി ഓഫ് ദ ലിക്വിഡ് മെഷർ ചെയ്യുന്നത്? ക്ലിയർ സൊല്യൂഷൻ ആണോ, ട്രാൻസ്ലൂസൻ്റ് ആണോ, ക്ലൗഡി ആണോ എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അത് എന്താണ് എങ്ങനെയാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് മെഷർ ചെയ്യുന്നത് ടർബിഡിറ്റി, കണ്ടക്ടിവിറ്റി, റിഡക്ഷൻ ഓർ കമ്പോസിറ്റിംഗ്. ശരിയായ ഉത്തരം ടർബിഡിറ്റി ആണ് അതിനെ പറയുന്നത്. ടർബിഡ് സൊല്യൂഷൻ. ഓക്കെ, സോ ടർബിഡിറ്റി എന്ന് പറയുന്നത് optical characteristic of water and is a measurement of the amount of light that is scattered by the material in the water when a light is shined through the water sample. Okay, അപ്പോൾ ഒരു വാട്ടർ സാമ്പിളിലൂടെ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം അത് സ്കാറ്റർ ചെയ്യുന്നുണ്ട്, എത്ര പാസ് ചെയ്യുന്നുണ്ട്, അതിനാണ് നമ്മൾ ടർബിഡിറ്റി എന്ന് പറയുന്നത്. കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എബിലിറ്റി ഓഫ് എൻ aqueous solution to carry an electric current. കണ്ടക്ട് ചെയ്യുക, അതാണ് കണ്ടക്ടിവിറ്റി. കമ്പോസിറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് റീസൈക്ലിംഗ് ഓർഗാനിക് മാറ്റർ ഇൻ ടു എ വാല്യുബിൾ ഫെർട്ടിലൈസർ വിച്ച് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയില്ലേ നമ്മൾ, അതാണ്. റിഡക്ഷൻ എന്ന് പറയുന്നത് ഗെയിനിങ് ഓഫ് ഇലക്ട്രോണിനെയാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പവർ ഓഫ് സെക്കൻഡ് ഇൻ ദ SI യൂണിറ്റ് ഓഫ് ആക്സലറേഷൻ? ആക്സലറേഷനിൻ്റെ യൂണിറ്റിൽ, SI യൂണിറ്റിൽ സെക്കൻഡിൻ്റെ പവർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് -2 ആണ്. ഓക്കെ, സോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇത് താഴെ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ -2 എന്നാണ് പറയുന്നത്. ഓക്കെ, ഫെറം ഇസ് എ ലാറ്റിൻ നെയിം ഫോർ ഇതിൽ ഏതിനെയാണ് നമ്മൾ ഫെറം എന്ന് പറയുന്നത്? Fe എന്തിൻ്റെയാണ് വരുന്നത്? നമ്മുടെ സിമ്പിൾ വരുന്നത് Fe എന്ന് പറയുന്നത് അയണിൻ്റെയാണ് അല്ലേ, അയണിൻ്റേതാണ്. സോ കോപ്പറിൻ്റെ കുപ്രമാണ്, നിക്കലിൻ്റെ നിക്കോളമാണ്, സിങ്കിൻ്റേത് സിങ്കമാണ്. വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് ദ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് വേവ്സ് കോൾഡ്? ഓക്കെ, സൗണ്ട് വേവ്സിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ്റെ സ്റ്റഡിയെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്റ്റിക്സ്, ഫോട്ടോണിക്സ്, ആസ്ട്രോഫിസിക്സ് ഓർ അക്കോസ്റ്റിക്സ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി,
acoustics ആണ്. ഓക്കെ, acoustics. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ്? ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ്, including its interaction with matter and the construction of instruments that use or detect it. Okay, basically something related to lights. അതാണ് ഒപ്റ്റിക്സ്. ഫോട്ടോണിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഫിസിക്കൽ സയൻസ് ഓഫ് ലൈറ്റ് വേവ്സ് ആണ്. ഡീൽസ് വിത്ത് ദ സയൻസ് ബിഹൈൻഡ് ദ ജനറേഷൻ, ഡിറ്റക്ഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ലൈറ്റ്. ആസ്ട്രോഫിസിക്സ് എന്താണ്? സ്പേസ് സയൻസിനെ പറ്റി പറയുന്നതാണ്. ഓക്കെ, which of the following is the study of insects and their relationship to humans, the environment and other organisms? Okay, ഇപ്പോൾ study of insects അതിനെ പറയുന്ന പേര് ഓർണിത്തോളജി, എൻഡമോളജി, മൈക്കോളജി ഓർ ഇത്തോളജി. എന്താ പറയുന്നത്? ഇൻസെക്ട്സിൻ്റെ സ്റ്റഡിയെ പറയുന്ന പേരാണ് എൻഡമോളജി. എങ്ങനെ ഓർക്കാം? പലർക്കും കൺഫ്യൂഷനാണ് ഇത് എൻഡമോളജിയും ഇത്തോളജിയും. നമ്മൾ ഇൻസെക്ട് അടിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? എൻഡമോ എന്ന് പറയില്ലേ? അപ്പോൾ അങ്ങനെ ഓർക്കുക, എൻഡമോളജി. ഓക്കെ, സോ ഓർണിത്തോളജി എന്ന് പറയുന്നത് ബേർഡ്സിൻ്റെ സ്റ്റഡിയാണ്. ഇത്തോളജി എന്ന് പറയുന്നത് ആനിമൽ ബിഹേവിയറിൻ്റെ സ്റ്റഡിയാണ്. മൈക്കോളജി എന്താണ്? ഫംഗസിൻ്റെ സ്റ്റഡിയാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ദ ഫാമിലി ഹോമിനിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്നത് മാംഗോ, ഹൗസ് ഫ്ലൈ, വീറ്റ് ഓർ മാൻ. ഇതിലേതിൻ്റെ ഫാമിലി നെയിമാണ് ഹോമിനിഡേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോമിനിഡേ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ്, മാൻ അല്ലേ? മാൻ ആണ് ഹോമിനിഡേ ഫാമിലിയിൽ വരുന്നത്. ഓക്കെ, മാംഗോ, കാഷ്യൂ ഇതെല്ലാം വരുന്നത് അനാകാർഡേസിയെ. ഓക്കെ, അനാകാർഡേസിയയിലാണ് മാംഗോ, കാഷ്യൂ ഒക്കെ വരുന്നത്. വീറ്റ്, റൈസ് ഒക്കെ പോയേസിയയിലാണ് വരുന്നത്. ഹൗസ് ഫ്ലൈ മ്യൂസീഡിയെ. ഓക്കെ, വാട്ട് ഈസ് ദ ആറ്റമിക് മാസ് ഓഫ് ഓക്സിജൻ എക്സ്പ്രസ്ഡ് ഇൻ യു? ആറ്റമിക് മാസ് ഓഫ് ഓക്സിജൻ എത്രയാണ്? 24, 8, 32 or 16? സിമ്പിളാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എല്ലാവർക്കും അറിയാമായിരിക്കും. 16 ആണ്. ആറ്റമിക് മാസ് ഓർ മാസ് നമ്പർ ഇസ് എ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് അല്ലേ? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ്. അപ്പോൾ ഓക്സിജൻ്റെ അകത്ത് 8 പ്രോട്ടോൺസും 8 ന്യൂട്രോൺസും ഉണ്ട്. അപ്പോൾ ആറ്റമിക് മാസ് ഇസ് 16. Now, irrespective of the source, pure water contains dash of oxygen in mass. സോ എവിടെ നിന്ന് എടുത്താലും പ്യുവർ വാട്ടർ എന്ന് പറയുമ്പോൾ അതിൽ ഓക്സിജൻ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 35.42, 88.89, 11.11, 56.83. ഇതിലേതായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 88.89% ആയിരിക്കും ഓക്സിജൻ. സി, അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, നമ്മൾ ഒരു കോമ്പൗണ്ട് അത് എവിടെ നിന്ന് എടുത്താലും അതിൽ ഓരോ എലിമെൻറ്റും സെയിം പ്രൊപ്പോർഷനിലായിരിക്കും ഉണ്ടാകുന്നത്. ഇറ്റ് സിംപ്ലി മീൻസ് ദാറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സോഴ്സ്, given compound always contains the same element in the same proportion. അപ്പോൾ മാസ് ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ 16 gram ആണ്. മാസ് ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? 2 grams ആണ്. മോളാർ മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 18 ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. നൗ നമുക്ക് എന്താണ് വേണ്ടത്? മാസ് ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ മാസ് ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ ഡിവൈഡ് ബൈ മോളാർ മാസ് into 100. അപ്പോൾ 88.89. Carbon monoxide contains approximately dash of oxygen for each 1 gram of carbon. Carbon monoxide അകത്ത് approximately എത്ര ഓക്സിജൻ ഉണ്ടാവും for 1 gram of carbon എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0.23, 2.66, 1.33 or 4.11. ശരിയായ ഉത്തരം 1.33 grams ആണ്. ഓക്കെ, എങ്ങനെയാണ്? ആറ്റമിക് മാസ് ഓഫ് കാർബൺ 12, ആറ്റമിക് മാസ് ഓഫ് ഓക്സിജൻ ഈസ് 16. സോ ഇൻ കാർബൺ ഡയോക്സൈഡ് 12 gram of carbon reacts with 16 gram of oxygen. Therefore 1 gram of carbon will react with 16 by 12, അതായത് 1.33 grams. Okay, according to the WHO. ഓക്കെ, അപ്പോൾ WHO പ്രകാരമുള്ള പല ഡെഫിനിഷൻസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ WHO പറയുന്നത് ഹൈജീൻ റെഫേഴ്സ് ടു ഡാഷ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ഡാഷ് ആൻഡ് സ്പ്രെഡ് ഓഫ് ഡാഷ്. അപ്പോൾ ഈ ഡാഷസ് എല്ലാം ഫിൽ ചെയ്യണം. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണിത്. ഹൈജീൻ റെഫേഴ്സ് ടു എന്ത്? ഹൈജീൻ റെഫേഴ്സ് ടു എന്താണ്? ഹൈജീൻ റെഫേഴ്സ് ടു ഡാഷ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് വിൽ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ഡാഷ് ആൻഡ് ഡാഷ്. സോ ഹൈജീൻ റെഫേഴ്സ് ടു conditions and practices
which we have to maintain. എന്തിനു വേണ്ടിയിട്ട്? To maintain health and prevent diseases. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. Hygiene refers to conditions and practices that help to maintain, okay, conditions and practices that help to maintain health and prevent spread of diseases. Okay. Next, healthന്റെ definition ചോദിക്കാറുണ്ട്. Health എന്ന് പറഞ്ഞാൽ complete state of physical, mental and social well-being ആണ്, not merely absence of diseases. Okay. Which of the following is an example of arthropod? So arthropod, mollusca, annelida ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ ചോദിക്കാറുണ്ട്, പ്ലാറ്റി ഹെൽമെന്തസിൻ്റെ ഒക്കെ. അപ്പോൾ അതിനെപ്പറ്റി അതും കോമൺ ആയിട്ട് വരുന്ന എക്സാമ്പിൾസ് ചോദിക്കാറുള്ളൂ. ഓക്കെ, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാറില്ല. അപ്പോൾ അങ്ങനെ ആർത്രോപോഡിൻ്റെ എക്സാമ്പിൾ, ആർത്രോപോഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരേണ്ടത് ക്രാബ്, സ്പൈഡർ, അങ്ങനെയുള്ള ഇൻസെക്ട്സ്, ഈ തൊണ്ട് ഭയങ്കര ഹാർഡായിട്ട് വരുന്ന ടൈപ്പ് ഇൻസെക്ട്സ് അല്ലേ. അപ്പോൾ അതാണ് വരേണ്ടത്. അപ്പോൾ ഇതിൽ ഏതാ വരിക? ബ്ലഡ് സക്കിംഗ് ലീച്ച്, ഹുക്ക്വാം, സ്കോർപ്പിയോൺ, എർത്ത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇത് തിരിഞ്ഞെടുക്കാണ്, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, സ്കോർപ്പിയോൺ ആണ് ശരിയായ ഉത്തരം. ആർത്രോപോഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ലാർജസ്റ്റ് ഫൈലം ആണ്. ബോഡി ഹാസ് 3 പാർട്സ്. ഒരു ഹെഡ് റീജിയൻ ഉണ്ട്, ഓക്കെ, ഒരു തൊറാക്സ് പാർട്ട് വരും, ഒരു അബ്ഡമൻ വരും, ഓക്കെ, പിന്നെ കുറേ ഇങ്ങനെ കാലുകളൊക്കെ വരും. ഇതിന് എക്സോ സ്കെലിറ്റൻ ഉണ്ടാവും അല്ലേ, പുറത്തൊരു സ്കെലിറ്റൻ ഒക്കെ ഉണ്ടാവും. So body has 3 parts with exoskeleton, jointed legs. Respiratory organs are trachea, book lungs or body surface. Excretion is by malphigian tubules. Open circulation ആയിരിക്കും ബോഡി ക്യാവിറ്റിനെ പറയുന്നത്. അതുകൊണ്ട് ഓപ്പൺ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ ബ്ലഡ് വെസലിലൂടെ ഒന്നും അല്ല പോകുന്നത്, സെല്ലുകളുടെ ചുറ്റും ഇങ്ങനെ ബ്ലഡ് കറങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഹീമോസീൽ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സാക്രോമൈസസ് സെർവീസിയ ഇസ് കോമൺലി യൂസ്ഡ് ടു മേക്ക്, എന്ത് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് യോഗേർട്ടിനാണോ, കാർബണേറ്റഡ് ബെവറേജ് ആണോ, ബ്രെഡാണോ, ചീസാണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ബ്രെഡ് ഉണ്ടാക്കാനായിട്ടാണ്. ഓക്കെ, സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഈസ്റ്റ് ആണ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ വൈൻ മേക്കിംഗ്, ബേക്കിംഗ്, ബ്രൂയിങ്, ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു. Decrease in which of the following factors lead to increase in the rate of evaporation? Evaporation കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് കുറയണം? ഓക്കെ, ആംബിയൻ ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഇവാപ്രേഷൻ കൂടുമ്പോൾ കുറയുമോ? ഇവാപ്രേഷൻ കുറയും അല്ലേ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവാപ്രേഷൻ പെട്ടെന്നാകും. ഏരിയ ഓഫ് ദ സർഫസ്, ഫ്രീ സർഫസ് കുറയുമ്പോൾ ഇവാപ്രേഷൻ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. വിൻഡ് സ്പ്രെഡ് അബൌട്ട് ദ സർഫസ് കുറയുമ്പോൾ ഇവാപ്രേഷൻ കുറയുക ചെയ്യുന്നത്. ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ ഇവാപ്രേഷൻ കൂടും. ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ കണ്ടന്റ് ആണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചർ കണ്ടന്റ് കുറയുമ്പോൾ നമ്മുടെ വെള്ളം പെട്ടെന്ന് തന്നെ ഇവാപ്രേറ്റ് ചെയ്യും അല്ലേ. നെക്സ്റ്റ്, so humidity or water vapor content of the air also has an effect on the evaporation. Lower the relative humidity, the drier the air, the higher will be the evaporation rate. Rate will increase with increase in the surface area, increase in temperature, increase in the wind speed. Solids like fats, grease and oils that float on the surface of liquid wastewater are called. Liquid wastewater മേളിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഈ സാധനങ്ങളെ പറയുന്ന പേരെന്താണ്? യൂറിയ, സ്ലഡ്ജ്, പീറ്റ് ഓർ കമ്പോസ്റ്റ്. എന്താ പറയുക? സ്ലഡ്ജ് എന്നാണ് പറയുന്നത് അല്ലേ, സ്ലഡ്ജ് എന്നാണ് ഇതിനെ പറയുന്നത്. പീറ്റ് consists of residues from marsh, swamp and organic nitrogen. It helps in fast vegetative growth. ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ പീറ്റ് ഇട്ടിട്ട് നമ്മൾ ഗ്രോ ചെയ്യും. ഓക്കെ, കമ്പോസ്റ്റ് ഇസ് ഫോംഡ്, അത് നമ്മൾ നേരത്തെ കമ്പോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത്, നമ്മൾ ഓർഗാനിക് മാറ്റർ വെച്ചിട്ട് ഫെർട്ടിലൈസർ പോലെ ഉണ്ടാക്കുന്നതിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗട്ട് ഓഫ് വേരിയസ് റൂമിനൻസ് കണ്ടെയ്ൻ. റൂമിനൻസ് എന്ന് പറയുന്നത് നമ്മുടെ കാറ്റിൽ പോലെയുള്ള ഓർഗാനിസംസിലെ, ആനിമൽസിലെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കുറേ നേരം അവർ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നത് കാണാം നമുക്ക് അല്ലേ. അതിനാണ് റൂമിനേറ്റിംഗ് ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഗട്ടിൻ്റെ പ്രത്യേകത എന്താണ്? അതിലെന്തോ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം ഉണ്ട്, അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അസിഡോഫൈൽസ്, ഹാലോഫൈൽസ്, മെഥനോജൻസ് ഓർ ഓൾ ഓഫ് ദം. ശരിയായ ഉത്തരം മെഥനോജൻസ് ഉണ്ട്. ഓക്കെ, എന്താണുള്ളത്? മെഥനോജൻസ്. സോ ബയോഗ്യാസ് ഇല്ലേ, നമ്മൾ ബയോഗ്യാസ് ഉണ്ടാക്കാറില്ലേ? ബയോഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? മിക്സ്ചർ ഓഫ് ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോബിയൽ ആക്ടിവിറ്റി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫ്യൂവൽ അല്ലേ. Now some bacteria that grows anaerobically on the cellulosic material produce large amount of methane along with carbon dioxide and water. ഈ ബാക്ടീരിയയാണ് നമ്മൾ മെഥനോജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആനേറോബിക് ബാക്ടീരിയ ആണ്. ആൻഡ് ഇത് ഓർഗാനിക് മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്തായി കൺവേർട്ട് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും, മെയിൻലി മീഥേൻ ആയിട്ട്. ഓക്കെ, അപ്പോൾ അതിനാണ് മെഥനോജൻസ് എന്ന് പറയുന്നത്. These bacteria are present in the So these bacteria are present in the rumen of cattle also and help in the digestion of cellulose and
cellulose and cattle excreta, rich in these bacteria and is used for the generation of biogas, which is called gobar gas. Next question, teodyner discover ചെയ്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്ടീരിയോഫേജസ്, വൈറസ്, പ്രയോൺസ് ഓർ വിരോയിഡ്സ്. വൈറോയിഡ്സ് ഇതിലെന്താണ് ഡൈനർ ഡിസ്കവർ ചെയ്തത്? ഡൈനർ ഡിസ്കവർ ചെയ്തത് വൈറോയിഡ്സിനെയാണ്. ഓക്കെ, വൈറോയിഡ്സിനെ. Viroids 1971 teodyner discovered smallest known infectious structures ആണ്. Viroids എന്ന് പറയുന്നത് smallest infectious structures ആണ്. Viroids consists of only nucleic acid without a protein shell which causes potato spindle disorder, tuber disease. Okay. Through which of the following nerves and blood vessels enter the kidney? Okay. അപ്പോൾ ഇതാണ് നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചർ. അപ്പോൾ കിഡ്നിയിലോട്ട് ബ്ലഡ് വെസൽസും നെർവ്സ് ഒക്കെ പോകുന്നത് ഏതിലൂടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈലം, ട്യൂബ്യൂൾസ്, വെസൽസ് ഓർ പെൽവിസ്. അപ്പോൾ ഇവിടെ ഒരു ഏരിയ ഉണ്ട്, അതിലൂടെയാണ് ഇത് എൻ്റർ ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഹൈലം. ഓക്കെ, സി ഈ പാർട്ട്. ഓക്കെ, ഈ റീജിയൻ ഇതാണ് നമ്മുടെ ഹൈലം എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഹൈലത്തിലൂടെയാണ് ഇത് എൻ്റർ ചെയ്യുന്നത്. Each kidney has a notch at its inner side called hilum through which the ureter, blood vessels, kidneys enter. Inside the hilum there is a broad funnel shaped structure which is called the pelvis. Okay, pelvisilലുള്ള projections ആണ് ഈ കാണുന്ന കാലിസസ് എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് എൻസൈം സബ്സ്ട്രേറ്റ് പെയർ. അപ്പോൾ ഇവിടെ എൻസൈമും സബ്സ്ട്രേറ്റ്സും കൊടുത്തിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോട്ടീൻ അമൈലേസ്, മാൾട്ടേസ്, ലാക്ടോസ്, കാർബോഹൈഡ്രേറ്റ് ലിപ്പേസ്, കെസിൻ, റെനിൻ. ഇതിലേതാണ് ശരിയായിട്ടുള്ള പെയർ ഓഫ് എൻസൈമും അത് ആക്ട് ചെയ്യുന്ന സബ്സ്ട്രേറ്റും? ശരിയായിട്ടുള്ളത് കെസീനും റെനിനുമാണ്. ഓക്കെ, പെപ്സിൻ എന്താണ്? പെപ്സിൻ പ്രോട്ടീൻ ടു പെപ്റ്റോൺസ് ആയി മാറ്റുന്നു, സെക്രീറ്റഡ് ബൈ ദ ചീഫ് സെൽസ്. റെനിൻ പ്രോട്ടിയോലൈറ്റിക് എൻസൈം ആണ്, ഫൗണ്ട് ഇൻ ദ ഗ്യാസ്ട്രിക് ജ്യൂസ് ഓഫ് ഇൻഫൻസ്. ഓക്കെ, സ്മോൾ ബേബീസിൻ്റെ സ്റ്റമക്കിൽ ഉണ്ടാകുന്നതാണ് റെനിൻ എന്ന് പറയുന്നത്, ടു ഡൈജസ്റ്റ് മിൽക്ക് പ്രോട്ടീൻ. എൻസൈം ഇൻ സലൈവ, ടൈലിൻ ഓർ സലൈവറി അമൈലേസ്, കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ. നമുക്കറിയാം നമ്മുടെ ഡൈജഷൻ ആദ്യം ബിഗിൻ ചെയ്യുന്നത് വായിലാണ്. വായിലുള്ള സലൈവറി അമൈലേസിൻ്റെ സഹായത്തോടു കൂടി കാർബോഹൈഡ്രേറ്റ് ഡൈജഷനാണ് തുടങ്ങുന്നത്. ലിപ്പേസ് ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ഓഫ് ലിപ്പിഡ്സ്. മാൾട്ടേസിൻ്റേത്. ഓക്കെ, next question, trichoderma polysporum is a source of dash. Trichoderma polysporumത്തിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? സൈക്ലോസ്പോറിൻ എ, സ്ട്രെപ്റ്റോകൈനേസ്, സ്റ്റാറ്റിൻസ് ഓർ ക്ലോട്ട് ബസ്റ്റേഴ്സ്. ഇതിൻ്റെ യൂസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സൈക്ലോസ്പോറിൻ എ ആണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, നോ എന്താണ് ഈ സൈക്ലോസ്പോറിൻ എയിൻ്റെ യൂസ്? ഇതൊരു ഇമ്മ്യൂണോ സപ്രസൻറ്റ് ഡ്രഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഈ നമുക്ക് വല്ല ട്രാൻസ്പ്ലാന്റ് ഒക്കെ നടന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡി നമ്മൾ പുറത്ത് നിന്നുള്ളൊരു ഓർഗൻ അല്ലേ നമ്മുടെ ബോഡിയിലോട്ട് കയറ്റുന്നത്. അപ്പോൾ ബോഡി അത് റിജക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻസ് കൊടുക്കുന്നത്. അതാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ് സൈക്ലോസ്പോറിൻ എ. അത് നമുക്ക് കിട്ടുന്നത് ട്രൈക്കോഡെർമ പോളിസ്പോറം ഫഞ്ചൈയിൽ നിന്നാണ്. ഓക്കെ, സ്റ്റാറ്റിൻസ് നമുക്ക് കിട്ടുന്ന ഒരു ഈസ്റ്റിൽ നിന്നാണ്. സ്റ്റാറ്റിൻസ് നമ്മൾ ബ്ലഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മൊണാസ്കസ് പെർപ്യൂറിസ് എന്ന് പറയുന്ന ഒരു ഈസ്റ്റിൽ നിന്നാണ്. ഓക്കെ, സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയിൽ നിന്നാണ് സ്ട്രെപ്റ്റോകൈനേസ് കിട്ടുന്നത്. ഇത് ഒരു ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ക്ലോട്ട് റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ദ ഹ്യൂമൻ ഇൻറ്റസ്റ്റൈൻ ഹോസ്റ്റ് മൈക്രോ ഓർഗനിസം? നമ്മുടെ ഹ്യൂമൻ ഇൻറ്റസ്റ്റൈൻ മെയിൻലി ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ് വരുന്നത്. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഏത് പാർട്ടിലാണ് മൈക്രോ ഓർഗനിസംസ് ഇരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോളൺ, സീക്കം, ഏനസ് ഓർ റെക്റ്റം. ശരിയായ ഉത്തരം സീക്കമാണ്. ഓക്കെ, സീക്കമാണ്. ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇസ് എ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇറ്റ് ഹാസ് ഗോട്ട് 3 parts: സീക്കം, കോളൻ, റെക്റ്റം. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞ് വരുന്നതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. അതിൻ്റെ ആദ്യത്തെ പാർട്ട് സീക്കം, പിന്നെ നമ്മുടെ ഇങ്ങനെ കോളൻ വരും. ഓക്കെ, അതിനത് റെക്റ്റം വഴി പുറത്തേക്ക്, ഏനസ് വഴി പുറത്തേക്ക് പോകും. സീക്കം, small blind sac which hosts some symbiotic microorganisms like E. coli. Vermiform appendix ഇവിടെയാണ് വരുന്നത്, which is a vestigial organ. Next question, production of beverages at industrial scale requires growing microorganisms in a very large container.
ഓക്കെ, ആ കണ്ടെയ്നറിനെ നമ്മൾ എന്താ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ നമ്മൾ ബിവറേജസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മൈക്രോ ഓർഗാനിസംസ് നമ്മൾ ലാർജ് സ്കെയിലിൽ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ അതിനെ പറയുന്ന ആ കണ്ടെയ്നറിനെ പറയുന്ന പേരെന്താണ്? ഡൈജസ്റ്റർ, ഫെർമെൻറ്റർ, ഡോ ഓർ കോൺക്രീറ്റ് ടാങ്ക്. അതിനെ പറയുന്നത് ഫെർമെൻറ്റേഷൻ അല്ലേ, അപ്പോൾ ഫെർമെൻറ്റർ. Products like beverages, antibiotics, they involve the use of microorganisms and producing them on large scale. അപ്പോൾ large vessels വേണം. അതിനെ പറയുന്ന പേരാണ് fermenters. The yellow color of urine is due to the presence of എന്തിൻ്റെ പ്രസൻസ് ആണ് ഈ യൂറിൻ്റെ ചെറിയ മഞ്ഞ നിറത്തിന് കാരണം? ബൈൽ, ലിംഫ്, കൊളസ്ട്രോൾ ഓർ യൂറോക്രോം. ഓക്കെ, യൂറിക്രോം അല്ല ഇത്, ദിസ് ഈസ് യൂറോക്രോം. ഓക്കെ, യൂറോക്രോം. അപ്പോൾ ശരിയായ ഉത്തരം is യൂറോക്രോം. ഓക്കെ, യൂറിനിലുള്ളത് പിഗ്മെൻറ്റിനെ പറയുന്ന പേരാണ് യൂറോക്രോം. Amount of urine produced is 1.5 liters per day. Urine is acidic അല്ലേ, എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് acidic in nature. 6 ആണ് അതിൻ്റെ pH. Urine contains maximum amount of water. യൂറിനിൽ മെയിൻലി 95% വാട്ടർ ആണ്. അതർ കോൺസ്റ്റിറ്റ്യുവൻസ് ഇതിൽ വരുന്നത് യൂറിയ, ക്ലോറൈഡ്, സോഡിയം, പൊട്ടാസ്യം, ക്രിയാറ്റിൻ ആൻഡ് ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് ലൈറ്റ് യെല്ലോ കളർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് യൂറോക്രോംസ്. യൂറോക്രോംസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? യൂറോക്രോംസ് ഇസ് ഫോം ബൈ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് യൂറോക്രോംസ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, ട്രക്കിയ ഡിവൈഡ്സ് ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കൈ അല്ലേ. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ട്രക്കിയ എങ്ങനെ വന്നിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രോങ്കൈ ആയിട്ട് മാറുന്നു. ആ ലെവൽ ഏത് ലെവലിലാണ് ഇതിങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7th cervical, 5th cervical vertebrae, 5th thoracic or 7th thoracic vertebrae. ശരിയായ ഉത്തരം ഓക്കെ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓപ്ഷൻസ് ഇങ്ങനെ ഇത് തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇതാണ് ശരിയായ ഉത്തരം. ഓക്കെ, 5th thoracic vertebrae വെച്ചിട്ടാണ്. ഓക്കെ, 5th thoracic vertebrae വെച്ചിട്ടാണ് രണ്ടായിട്ട് തിരിയുന്നത്. സി, ഇവിടുന്ന് ട്രക്കിയ വരുന്നു, ട്രക്കിയ വന്നിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ലെവൽ എന്ന് പറയുന്നത് ദിസ് ഇസ് 5th thoracic vertebrae. ഓക്കെ, so larynx lead to trachea, which is called windpipe. Trachea divides into bronchi at the 5th thoracic vertebrae. Dash is characteristic feature of epithelium cells of the intestine. So ഇന്നത്തെ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. നമ്മുടെ ഇൻറ്റസ്റ്റൈനിൻ്റെ എപ്പിത്തീലിയൽ സെൽസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലോട്ടിസ്, പൈലസ്, ബോളസ് ഓർ മൈക്രോവില്ലൈ. അപ്പോൾ നമുക്കറിയാം ഇൻറ്റസ്റ്റൈനിൻ്റെ വോളിൽ, ഇൻറ്റസ്റ്റൈനിൻ്റെ അകത്തെ ലെയർ ഇങ്ങനെ ഇതുപോലെ എക്സ്റ്റെൻഷൻസ് ഉണ്ട് അല്ലേ. എന്തിനാണ് ഇങ്ങനെ എക്സ്റ്റെൻഷൻസ് വരുന്നത്? അബ്സോർപ്ഷനുള്ള ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. ഇതിനെ പറയുന്ന പേരാണ് വില്ലൈസ്. ആൻഡ് ഈ വില്ലൈക്കകത്ത് ചെറിയ ചെറിയ ഫർദർ എക്സ്റ്റെൻഷൻസ് ഉണ്ട്. ഈ എക്സ്റ്റെൻഷൻസിനെ പറയുന്ന പേരാണ് മൈക്രോവില്ലൈ. ഓക്കെ, ദിസ് ഫർദർ എക്സ്റ്റെൻസ് ദ നമ്മുടെ സർഫസ് ഏരിയ. ഓക്കെ, ഫർദർ എക്സ്പാൻസ് ദ സർഫസ് ഏരിയ. അപ്പോൾ ഓപ്ഷൻ ഡി മൈക്രോവില്ലൈ ആണ് ശരിയായ ഉത്തരം. ഓക്കെ, Now small intestine is the longest part of the alimentary canal. അല്ലെ, പേര് പറയുമ്പോൾ സ്മോൾ ആണെന്ന് പറഞ്ഞാലും ഏതാണ് ഏറ്റവും വലിയ പാർട്ട്? 7 meters ആണ്. ഡിവൈഡഡ് ഇൻ ടു ഡിയോഡിനം, ജെജുനം, ഇലിയം. Digestion process is completed here. Absorption of nutrients takes place in the small intestine. Digestion complete ആകുന്നു, absorption ഇവിടെ നടക്കും, സ്റ്റാർട്ട് ചെയ്യുന്നു. വില്ലൈ ആൻഡ് മൈക്രോവില്ലൈ ഉണ്ട്, ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, അതുകൊണ്ട് ഫോർ അബ്സോർപ്ഷൻ ആൻഡ് അസിമിലേഷൻ. ഇലിയം ആണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള ലാർജസ്റ്റ് പാർട്ട്. ഓക്കെ, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പാർട്സ് ആണ് ഡിയോഡിനം, ജെജുനം, ഇലിയം. അതിൽ ഇലിയമാണ് അതിലെ ഏറ്റവും വലിയ പാർട്ട്. ഓക്കെ, മ്യൂക്കസ് എന്താണ്? മ്യൂക്കസ് ഇൻ സലൈവ മിക്സസ് വിത്ത് നമ്മുടെ ഓപ്ഷൻസിൽ ചോദിച്ചതാണ് ബോളസ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ബോളസ് എന്താണ്? നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ സലൈവയായിട്ട് അത് മിക്സ് ആവത്തില്ലേ, ആ മിക്സ് ആയ ശേഷം ഫോം ചെയ്യുന്നതാണത് ബോളസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഗ്ലോട്ടിസ് എന്താണ്? നാരോ പാർട്ട് ഓഫ് ദ ലാരിങ്സ് വിച്ച് ഓപ്പൺസ് ഇൻ ടു ദ എയർവേ. അവിടെ ഉള്ളൊരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് എപ്പിഗ്ലോട്ടിസ്. നമ്മുടെ ഭക്ഷണം നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലോട്ട് പോകാതിരിക്കാനായിട്ട് സഹായിക്കുന്നു. ആൻഡ് പൈലസ് എന്താണ്? ഹെയർ ലൈക്ക് അപ്പൻഡേജസ് ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ബാക്ടീരിയ. അതിനെയാണ് പൈലസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷനിൽ. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.